ഇത്രയും കാലം നിങ്ങളുടെ എതിർപക്ഷത്തു നിന്ന് പ്രവർത്തിച്ച് പരമാവധി പ്രസ്ഥാനത്തിന് ഒരുക്കാവുന്ന ശത്രുതകളൊക്കെ ഒരുക്കിവെച്ച ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മറുഭാഗത്തുണ്ടായിരുന്ന എന്നെ ഈ വേദിയിലെത്തിക്കുകയും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് തൗഫീക്ക് തരുകയും ചെയ്ത അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഞാൻ കാണുന്ന ഈ സമൂഹത്തിൽ ചില മുഖങ്ങളെയൊക്കെ ചെറിയ പരിചയമുള്ളതുപോലെ തോന്നുന്നു. ആ പരിചയം SKSSFുമായി ബന്ധപ്പെട്ട പരിചയമല്ല എന്ന് കൂടി തോന്നുകയാണ്. അത് പഴയകാല ബന്ധത്തിലുള്ള ചില മുഖങ്ങളാണെന്നും തോന്നുന്നു. കുറേ സമയമായി ഞാൻ ആ മുഖങ്ങളൊക്കെ വീക്ഷിച്ചു വരികയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. ഈശ്വരമംഗലത്തിന്റെ പരിസരത്തും മംഗലാപുരത്തിന്റെയും കൊടകിന്റെയും ഈ ഭാഗങ്ങളിലൊക്കെയായി ഒരുപാട് വേദികളിലും പ്രബോധന സംഘങ്ങളിലുമൊക്കെ ഇടപെട്ട ഓർമ്മയുണ്ട്. ആ ഓർമ്മകളിൽ ചില മുഖങ്ങൾ കാണുന്നു. ഞാൻ ആരുടെയും നേരെ വിരൽ ചൂണ്ടുന്നില്ല, അതൊരിക്കൽ മാത്രം ചൂണ്ടിയതായിരുന്നു കോഴിക്കോട്. അത് ഒരനിവാര്യതയായതുകൊണ്ട് ചൂടിയതാണ്. അതുകൊണ്ട് അങ്ങനെ പരിചയമുള്ള ആരുണ്ടെങ്കിലും മാറി നിൽക്കേണ്ട, അവിടെ തന്നെ നിന്നോളൂ. ഏതായാലും നാസർ ഫൈസിയും അതുപോലെയുള്ള ആളുകളും ഒക്കെ ഇവിടെ വിശദീകരിച്ചതിന് ചില അടിക്കുറിപ്പുകളോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിന്റെ സാക്ഷികളെയോ സാക്ഷീകരണത്തെയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക മാത്രമാണ് ഈ സമുദായത്തിന് വേണ്ടി എന്റെ ദൗത്യം. അതുമാത്രമാണ്. ഞാനിവിടെ നാസർ ഫൈസിയോട് ഒരു റെസിപ്റ്റ് വാങ്ങിയിട്ടാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പോ കാലം വളരെ പുരോഗമിച്ച കാലം. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ കൈ ഫൈസിയുടെ നേരെ ചൂടുകയും ഫൈസി പോക്കറ്റിൽ നിന്നൊരു സാധനം എടുത്തു തരികയും ചെയ്താൽ ഉടനെ ഏതെങ്കിലും ക്യാമറ പകർത്തി ഫേസ്ബുക്കിൽ നാസർ ഫൈസി രാമന്തലിക്ക് പ്രസംഗിക്കാൻ പണം കൊടുക്കുന്നു എന്ന് പറയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരണ തിരുത്താനാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. ഞാൻ വാങ്ങിയ സാധനം എനിക്ക് കിട്ടിയതോ അല്ലെങ്കിൽ മുമ്പ് പൈസ കൊടുത്തിട്ട് കിട്ടിയതോ അല്ല. ഞാനൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അതിന്റെ വിശ്വസ്തനായ പ്രവർത്തകനായി എന്നതുകൊണ്ട് ഒരു റെസിപ്റ്റ് ബുക്ക് മുഴുവൻ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു റെസിപ്റ്റ് എന്റെ കയ്യിൽ നേരത്തെ പൈസ കൊടുക്കാൻ തന്നെ ഞാൻ കൊണ്ടുവന്നതാണ്. അത് നേരത്തെ കൊടുത്തിരുന്നു, ഇപ്പോൾ തിരിച്ചൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ആരംഭിക്കുന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഏറ്റവും ആവശ്യം ഒരു ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകന്റെ മുഖമുദ്ര തന്നെയാവേണ്ടത് സത്യസന്ധതയും സത്യം പറയാനുള്ള അഭിവാഞ്ചയും കളവായ എത്ര കൈപ്പുള്ളതായാലും കളവ് പറയാതെ സത്യം പറയുക എന്ന ക്വാളിറ്റിയുമാണ് ഒരു മുസ്ലിമിനുണ്ടാവുന്നത്. അതൊരു പണ്ഡിതനാവുമ്പോൾ അത് അവന് നിർബന്ധമെന്ന് മാത്രമല്ല, അത് സമൂഹജനങ്ങൾ ഞാൻ വായിക്കാം. ഷഹറെ മുബാറക് മസ്ജിദ്, പിന്നെ അതിന്റെ ഇംഗ്ലീഷ്, പിന്നെ അണ്ടർ മർക്കസ് സക്കാഫത്ത് സുന്നിയ, എ നമ്പർ 5762. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അവിടെ ചെക്ക് ചെയ്താൽ കിട്ടൂല. ഇങ്ങനൊരു കണക്കിലൊന്നും അവിടെ ഉണ്ടാവില്ല. ഡൊണേഷൻ 1000 രൂപ. ഇനി മറുഭാഗത്തുള്ള മുടിക്കേക്കാം. ഇത് നിങ്ങളൊക്കെ കണ്ടതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി വായിച്ചു തരികയാണ്. ചില കാര്യങ്ങൾ പിന്നീട് പറയാം. തിരികേഷത്തിനൊരു ഉത്തമ കേന്ദ്രം, 25,000 പേർക്ക് നിസ്കരിക്കാവുന്ന മസ്ജിദ് 1, ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം 2, ഇസ്ലാമിക് ഡിജിറ്റൽ ലൈബ്രറി, അതെന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, ശരിയ റിസർച്ച് സെന്റർ, വിവിധ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് നന്നായിട്ടുണ്ട്, ഇസ്ലാമിക വാസ്തുശില്പകലയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. എന്നിട്ട് മർക്കസിന്റെ ലോഗോ കൊടുത്ത് മർക്കസ് സക്കാഫത്ത് സുന്നിയ കാരന്തൂർ കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ എഡിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതടിച്ചത് ബർക്കത്തിന് കൊടുക്കാൻ വേണ്ടിയല്ല. ഇത് പ്രിന്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ബുക്ക് മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ഇത് പ്രിന്റ് ചെയ്തിറക്കിയത് ബർക്കത്തിന് ആർക്കെങ്കിലും ഇത് കൊടുത്തിട്ട് നിങ്ങൾ പേഴ്സിൽ വെച്ചോളൂ എന്ന് പറയാനല്ല. പേഴ്സിൽ നിന്ന് 1000 രൂപ തരിക, പകരം നിങ്ങൾക്ക്
നിങ്ങളെ മരിച്ചുപോയ വാപ്പ, മരിക്കാത്ത വാപ്പ, മരിച്ചുകൊണ്ടേയിരിക്കുന്ന വാപ്പ, അടുത്ത വീട്ടിലുള്ള പശു, എല്ലാവർക്കും വേണ്ടിയും ഓരോന്ന്. ഇങ്ങനെ പറഞ്ഞ് കേരളത്തിലും കർണാടകയിലും പിരിവ് നടത്തിയ വ്യക്തിയായിരുന്നു എന്റെ പഴയകാല നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ കാന്തപുരം ഉസ്താദ് എന്ന് ഞാൻ വിളിക്കാറില്ല, ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുമ്പ് ഞാൻ അങ്ങനെ വിളിച്ചിരുന്നു, ഇപ്പോൾ വിളിക്കാറില്ല. കാരണം ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ തീരുമാനിച്ച് ഒരു കേരള യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ പേര് കൂടി കൂട്ടി പറയാം. ആ കാലഘട്ടത്തിൽ സംഘടനയുടെ നേതാക്കളോട് ഇങ്ങനെ ഒരു സംസ്ഥയുടെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, സംസ്ഥയുടെ നേതാവായ ജനറൽ സെക്രട്ടറിയായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ കാന്തപുരം എന്ന് പറയരുത് എന്ന് അവരോട് അന്ന് പറഞ്ഞു. ഉസ്താദ് ചേർക്കണം, അല്ലെങ്കിൽ കമറുല്ലുലം എന്ന് ചേർക്കണം. അന്ന് ആ സംഘടന ഇടപെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല ഞങ്ങൾ തീരുമാനിച്ചത്, കാന്തപുരം എന്ന് മാത്രം പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇവിടെ നിങ്ങളിപ്പോ നാസർ ഫൈസിയുടെ പ്രസംഗം കേട്ടു, അതുപോലെ ഉസ്താദുമാരുടെ പ്രസംഗം കേട്ടു. ഒരു സംഘടനയുടെ പേര് പോലും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പോലും പറഞ്ഞപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന്. ഞാനിപ്പോ അത് പറയാൻ പഠിച്ചു വരികയാണ്. പണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം ഒരുപാട് സമസ്തകൾ കേരളത്തിലുണ്ട്. നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ടാവും. സമസ്ത എന്ന് ആർക്കും പേരിടാം. സമസ്ത കേരളം നിങ്ങളെ സഭ എന്ന് നിങ്ങൾക്ക് വേണം പേരിടാം. അങ്ങനെ ഒരാൾ പേരിട്ടാൽ നമുക്കതിന് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടനയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖ്യധാരയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. അഥവാ കാളമ്പാടി ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകിയിട്ട് വ്യക്തമായൊരു പാത കാണിച്ചു തന്ന് നമ്മിൽ നിന്ന് മറിഞ്ഞുപോയ മഹാനവർകൾ, അതുപോലെ ഷംസുൽ ഉലമ നമുക്ക് നേതൃത്വം നൽകിയിട്ട് നമ്മിൽ നിന്ന് മറിഞ്ഞുപോയ ആ മഹത്തായ നേതൃമഹിമകളുള്ള കണ്ണിയത്ത് ഉസ്താദിന്റെ ആ വരം പോലെ അനുഗ്രഹം ലഭിച്ച സംഘടന. ഇന്ന് സൈനുൽ ഉലമയും കോയക്കുട്ടി ഉസ്താദും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, അത് മാത്രമാണ് യഥാർത്ഥ സമസ്ത. അല്ലാത്ത സമസ്തകൾ ഒരുപാട് കേരളത്തിലുണ്ടാവും. സമസ്ത കേരള പുലയ മഹാസംഭവമുണ്ട്. അവരെ നമുക്ക് നിങ്ങൾ സംഘടന അല്ല എന്ന് പറയാൻ പറ്റൂല. അതുപോലെ കാന്തപുരം നേതൃത്വം നൽകി സ്വന്തമുണ്ടാക്കിയ ഒരു സംഘടനയെ നമുക്ക് ആ വഴിയിൽ വിടാം. അല്ലെങ്കിലും കണക്കുകൾക്കൊരു വിലയും കാന്തപുരം വിഭാഗത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, റെസീറ്റ് വായിച്ചപ്പോൾ ആ റെസീറ്റിന്റെ നമ്പർ അവിടെ ഉണ്ടാവില്ല. അതുപോലെയാണ് കണക്കിനൊരു വിലയില്ലാത്ത പ്രസ്ഥാനമാണ് കാന്തപുരം വിഭാഗത്തിൽ. 34 പേർ ഒരു കാലഘട്ടത്തിൽ 6 പേരെ പുറത്താക്കുകയായിരുന്നു. പക്ഷെ കാന്തപുരം എന്താ പറഞ്ഞത്? 34 പേരെ 6 പേരാകുന്നു ഞങ്ങൾ പുറത്താക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും അത്? ഇങ്ങനെ കണക്കിനൊരു വിലയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ, കാന്തപുരത്തിന്റെ യാത്രയിൽ കാന്തപുരം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തപ്പോൾ സംഘടന തീരുമാനമെടുത്തു. സംഘടനയിൽ ചർച്ച വന്നു. അന്ന് സംഘടന പറഞ്ഞു, ഇത് കേൾക്കുന്ന SSF-കാരൻ ശ്രദ്ധിച്ചു കേട്ടോളൂ, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പേര് പറയുമ്പോ സൈനുൽ ഉലമയെന്നോ ചെറുശ്ശേരി ഉസ്താദെന്നോ വിളിക്കാതെ ഈ ഇരിക്കുന്ന സദസ്സ് ആ പേര് ഉച്ചരിക്കില്ല. ഉച്ചരിക്കോ? ഇല്ല. മറിച്ച് ഞാൻ SSF-കാരോട് ചോദിക്കുന്നു, വേണ്ട വിട്ടേക്ക്. SBS-ന്റെ ചെറിയ കുട്ടികളിലെ നിങ്ങളെ, ആ കുട്ടികൾ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? കാന്തപുരത്തിന്റെ മനുഷ്യനെ കുറിച്ചാ പറയുന്നത്. കാന്തപുരം എന്ന് നിങ്ങൾ വിളിച്ചു. പക്ഷെ എന്റെ മനസ്സിനുള്ളിൽ ആത്മാർത്ഥമായി അവിടെ ഒരു തത്വമുണ്ട്. അതൊരു ശാസ്ത്രീയ തത്വമാണ്. കാന്തപുരത്തോട് അടുക്കും തോറും അകലാനുള്ള മനസ്സും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒഴുങ്ങി വരും. അങ്ങനെ ഞാൻ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ പിന്നോട്ട് പോയി. അതാണ് അവിടുത്തെ പ്രത്യേകത. അവിടുന്ന് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കാന്തപുരത്തെക്കുറിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ യാത്ര എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, കുറ്റിപ്പുറത്തെ നൂറ്. ആരാ നൂറ്? കുറ്റിപ്പുറം എവിടെയാന്ന് ചോദിച്ചിരുന്നു മൂപ്പര്. പക്ഷെ കുറ്റിപ്പുറത്ത് വെച്ചാണ് കാന്തപുരത്തിന്റെ കേരള യാത്ര പ്രഖ്യാപന സമ്മേളനം നടന്നത്. അന്ന് അദ്ദേഹം കണ്ണും പൂട്ടിയിട്ടാണോ വന്നത്? കണ്ണുപൂട്ടിയിട്ടാണോ വന്നത്? സംശയമുണ്ട്. അവിടെ ആ സ്റ്റേജിലിരുന്ന് ഈ സുലൈമാൻ മുസ്ലിയാരാകുന്ന അവരുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് ആ സുലൈമാൻ അഥവാ
മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഈ സുലൈമാൻ മുസ്ലിയാരെ വിളിച്ചിട്ട് അവിടെ നിന്നാണ് പ്രഖ്യാപന ഇത് വായിച്ചു കൊടുക്കുകയാണ് പ്രഖ്യാപനം. അപ്പൊ മാളിയേക്കൽ സുലൈമാൻ സഖാഫി വായിച്ചു കൊടുത്തു കാന്തപുരത്തിന്റെ കേരള യാത്ര. ഈ സുലൈമാൻ മുസ്ലിയാർ ആ സുലൈമാൻ പറഞ്ഞതിനെ തിരുത്തിയിട്ട് വായിച്ചു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര. അപ്പൊ കാന്തപുരം ഉസ്താദിന്റെ യാത്ര ഒന്ന് കയ്യൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് ആഞ്ഞു പിടിച്ചു നിന്നിട്ട് കാന്തപുരത്തിന്റെ കേരള യാത്ര ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് നിക്കാഹിന്റെ സിയാക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും പോലെ ജിഷാൻ മാഹിയോട് സംഭാഷണം നടത്തിയപ്പോ പേരോട് എന്റെ പേരിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു. കാന്തപുരം ഉസ്താദ് എന്ന് പറയണം, കാന്തപുരത്തിന്റേതെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കേരളത്തിലെ സംഘടനാ നേതാക്കൾക്കിടയിൽ എന്നെ സംഘടനാ വിരുദ്ധനാക്കാൻ പേരോട് ഉപയോഗിച്ച പ്രയോഗം ഇതായിരുന്നു. കാന്തപുരത്ത് ഉസ്താദ് എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവില്ലല്ലോ. പേരോട് പറഞ്ഞെന്താ? കോഴിക്കോട് നിന്ന് ഉസ്താദിന്റെ കൂടെ നടപ്പിലും ഇരിപ്പിലും കിടത്തത്തിലും എല്ലാം ഒരുപോലെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായ ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹമാണല്ലോ പറയേണ്ടത്. എനിക്കറിയില്ല. അന്ന് പേരോട് പറഞ്ഞു കാന്തപുരം എന്ന് പറയാൻ പാടില്ല, കാന്തപുരം എന്ന് പറഞ്ഞാൽ മതി എന്ന് പേരോടും പൊന്മുളയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ തിരിച്ചറിയാണ്. ഇപ്പൊ എന്റെ വായിൽ ഉസ്താദ് എന്ന് വരാറില്ല. എന്നെ വരാ പഠിപ്പിച്ചത്. പിന്നെ ഞാനും വിളിക്കാൻ തുടങ്ങി. കോഴിക്കോട് ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിൽ ഉണ്ടായത് പേരോട് ഉസ്താദിന്റെ സപ്തദിന പ്രഭാഷണം. അതിന്റെ താഴെ കാന്തപുരത്തിന്റെ കേരള യാത്ര. ചേലുള്ള പോസ്റ്റർ അത് നോക്കൂ. ഉസ്താദിന്റെ പേര് കാന്തപുരം, ശിഷ്യന്റെ പേര് ഉസ്താദ്, രണ്ടും കൂടി ആവുമ്പോ പേര്. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അന്ന് മനസ്സിലാക്കി. ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ വിളിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഉസ്താദ് എന്ന് വല്ല കാരണവശാലും അറിയാതെ എന്റെ വായിൽ നിന്ന് വീണുപോയാൽ, ഗൾഫിൽ പോയവർക്കറിയാലോ ഗൾഫിൽ ഉസ്താദ് എന്ന് പറഞ്ഞാരാ. അങ്ങനെ വീണു പോയാൽ അള്ളാഹു അതിനുള്ളൊരു അവസ്ഥയില്ലാതാക്കട്ടെ. ഏതായാലും ഇങ്ങനെ പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടിച്ചിറക്കിയ റെസീറ്റാണ് ഞാൻ കാണിച്ചത്. എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് കേരളത്തിൽ പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണിത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കാന്തപുരവുമായ ഒരു അഭിമുഖം നടത്തി. കാന്തപുരത്തിനൊരു സ്വഭാവമുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് കുടുങ്ങിയാൽ ഉടനെ മൂപ്പര് പിൻവലിക്കും. പല്ലി പോലും തോറ്റുപോകുന്ന രൂപത്തിൽ വാല് മുറിച്ചിട്ട് മൂപ്പര് രക്ഷപ്പെടും. പക്ഷെ മാതൃഭൂമിക്കാരന്റെ മുന്നിൽ രക്ഷപ്പെടില്ല. കാരണം എന്താ? മാതൃഭൂമിക്കാരൻ ഇത് ഇന്റർവ്യൂ ചെയ്തത് ഓഡിയോ ടാപ്പ് മുന്നിൽ വെച്ചിട്ടാണ്. അപ്പൊ പിന്നെ ഇനി രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇത് വന്നിട്ട് ഇത്രയും കാലമായിട്ടും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോ കാന്തപുരത്തെ പിന്തുണക്കുന്ന പ്രസ്ഥാനത്തിന്റെ പത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ ഉപയോഗിച്ച് കാന്തപുരം ഇന്ന് വരെ നിഷേധിക്കാത്തൊരു സത്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ പരിസരത്ത് മംഗലാപുരത്ത്, കാസർഗോഡ്, ഇങ്ങനെ ഈ പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾ ബോർഡ് കണ്ടിരുന്നില്ലേ? തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന ബോർഡ്. എത്ര ബോർഡുകൾ ഉണ്ടാക്കാൻ, എത്ര ഡിസൈനുകൾ ഞങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എത്ര പ്രദേശങ്ങളിൽ വന്ന് തിരുകേശത്തിന് ഉത്തമ കേന്ദ്രമാണെന്ന് പറഞ്ഞ് പിരിവ് നടത്തുകയും അതിന് പ്രേരണ നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഇന്നലകൾ ഞാൻ ഓർക്കുകയാണ്. എന്നാൽ കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് കളവിത നിങ്ങൾ കേൾക്കാൻ പോവാണ്. കേട്ടോളൂ. മാതൃഭൂമിക്കാരന്റെ ചോദ്യം: അങ്ങനെയായിരുന്നെങ്കിൽ തിരുകേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ. മറുപടി: ഞങ്ങളൊരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ. ഞങ്ങളിവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരുകേശം തന്നെയാണ്. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എനിക്ക് കേട്ടോളൂ. നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. ഞാൻ തന്നെ, എനിക്ക് തന്നെ കൃത്യമായി അറിയാം. കർണാടക മർക്കസിൽ പഠിക്കുന്ന കർണാടക വിദ്യാർത്ഥികൾ കന്നഡ ഭാഷയിൽ പോസ്റ്റർ അടിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ഒരു ശൂന്യാകാശത്ത് ഒരു ശിലാന്യാസം നടന്നിരുന്നല്ലോ കോഴിക്കോട്. ആ ശൂന്യാകാശ ശിലാന്യാസത്തിന്റെ പോസ്റ്റർ ഇവിടെ ഒട്ടിക്കുന്ന അന്ന് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ കണ്ട ആളാണ്.
എന്നിട്ട് പറയാം കേരളത്തിൽ വേറെ അടിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ അടിച്ചു കൊടുത്ത പ്രസ് കേൾക്കുന്നുണ്ട്. നാസർ ഫൈസിക്കറിയാം, കാലിക്കറ്റ് ഹജ്ജ് ഗ്രൂപ്പിന്റെ പരസ്യം വെച്ചും അല്ലാതെയൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ കാന്തപുരം ഏൽപ്പിച്ചിട്ട് നടത്തിയ ആളുകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് കാന്തപുരം മഹാസത്യം വിളിച്ചു പറയാണ്. എന്താണ്? ഞങ്ങൾ ഒന്നിനും ആരെയും നിർബന്ധിച്ചിട്ടില്ല, നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. മുജാഹിദ് തള്ളിപ്പറഞ്ഞു ഷാർ മുബാറക്കിനെ. അപ്പൊ മറുപടി, കേരളത്തിൽ ഷാർ മുബാറക്കിനെ പരിചയപ്പെടുത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബാഖിയാത്തു സാലിഹാത്തിലെയും അതുപോലെ വെല്ലൂരിലെ ലത്തീഫിയയിലുമൊക്കെ ഉള്ള ഷാർ മുബാറക്കിനെ കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കാന്തപുരമായിരുന്നില്ല, സമസ്തയുടെ പൂർവികരായ പണ്ഡിതന്മാരായിരുന്നു. അല്ലാതെ സമസ്തയും സമസ്തയുടെ പ്രവർത്തകരും ഷാർ മുബാറക്കിന് ഒരിക്കലും എതിരല്ല. ഷാർ മുബാറക്കിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോകവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഒരു തെറ്റിദ്ധാരണ അങ്ങനെയുണ്ട്, ഷാർ മുബാറക്കിനെതിരാ, പിന്നെ ഇവര് ഇതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരല്ലേ? അത് സത്യമാണ്. നിങ്ങൾ കച്ചവടക്കാരാണ്, ഇവിടെ ഷാർ മുബാറക്ക് അംഗീകരിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ കാന്തപുരം എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും സമുദായത്തെ വഞ്ചിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ പണ്ട് പുറത്താക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത്? കാന്തപുരം പറയുന്നത് അംഗീകരിക്കാനാണ് സമസ്തയെങ്കിൽ സമസ്ത പണ്ട് ഇയാളെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇവിടെ തന്നെ ഇരുത്തിയാൽ പോരെ സെക്രട്ടറി ആക്കിയിട്ട്? കാലഗണന അനുസരിച്ച് മൂപ്പർക്ക് ജനറൽ സെക്രട്ടറി ആവാനുള്ള സമയമായില്ലേ? എന്തുകൊണ്ടാ പുറത്താക്കിയത്? അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് പലതും മോശമായിരുന്നെന്ന് കണ്ണിയത്ത് ഉസ്താദിനും ഈ ശംസുൽ ഉലമക്കും ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ? നേരത്തെ നാസർ ഫൈസി ഇവിടെ സൂചിപ്പിച്ചു, അത്തരം മഹാന്മാരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവരുടെ ജീവിതകാലത്ത് അവർ മോശമാണെന്ന് പറഞ്ഞവർ അവരുടെ വഫാത്തിന് ശേഷം സുവനീറുകൾ ഇറക്കി, സ്മരണികൾ ഇറക്കി. നാസർ ഫൈസി പറയുന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. യാദൃശ്ചികമായി ഇന്ന് നാളെ അതിന്റെ ദിവസമായതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലെടുത്തു വെച്ചിരുന്നു. ഇതാണ് ആ സുവനീർ, ആ സ്മരണിക ഇതാണ്. ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് എന്ന പേരിൽ കണ്ണിയത്ത് ഉസ്താദ് എന്ന പേരിൽ ഇറക്കിയ സുവനീറാണിത്, സ്മരണികയാണിത്. ഈ സ്മരണികയിൽ കാന്തപുരം തന്നെ ഒരു ലേഖനം എഴുതുന്നുണ്ട്, കേട്ടോളൂ. കാന്തപുരം പറയാണ്, കാന്തപുരം അതിൽ പറഞ്ഞത് പണ്ഡിതർക്ക് മാതൃകയായ കണ്ണിയത്ത്, പണ്ഡിതന്മാർക്ക് മാതൃകയാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൽ റൈറ്റപ്പ് കാണുകയാണ്. കാന്തപുരം എപ്പിയോക്രംസിലാന്ന് കഴിഞ്ഞിട്ട് മനുഷ്യനെ അധോഗതിയിലേക്ക് നയിക്കുന്ന എല്ലാവിധ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും. അപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. ആത്മീയോന്നതിക്ക് വഴിയൊരുക്കുന്ന സകല സൽസ്വഭാവങ്ങളിൽ അർപ്പിച്ച സേവനങ്ങൾ മഹത്തരമായിരുന്നു. ഈ 93 ഇത് എഴുതിയത് ആത്മാർത്ഥമായിട്ടാണ് കാന്തപുരം എഴുതിയതെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് എഴുതുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് ജീവിതകാലത്ത് തന്നെ കാന്തപുരത്തെ സമസ്തയിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയിട്ടുണ്ട്. ആ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കാന്തപുരം പറയുന്നു മഹാനാണ്, ജീവിത വിശുദ്ധിയുള്ള ആളാണെന്ന്. എന്നിട്ട് ഒന്നുകൂടി കാന്തപുരം പറയുന്നു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതുകയാണ്. നിങ്ങൾ വായിച്ചോളൂ, ഇതിന്റെ അർത്ഥം ഓരോരുത്തർ സ്വയം നിർണയിച്ചാൽ മതി. സത്യത്തോടുള്ള ഒടുങ്ങാത്ത ആവേശമാണ് മഹാനവറുകളുടെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മഹാനവറുകൾ എന്നാ പറഞ്ഞത്, മഹാനവറുകൾ. അപ്പൊ ഇവരുടെ മഹാനവറുകളല്ലേ പുറത്താക്കിയത് സംഘടനയിൽ നിന്ന്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ മഹാനവറുകളാണ് കണ്ണിയത്ത് ഉസ്താദെങ്കിൽ മഹാന്മാരുടെ തീരുമാനം അംഗീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് ബാധ്യതയില്ലേ? അങ്ങനെയെങ്കിൽ കാന്തപുരത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതോടെ കാന്തപുരത്തെ മുസ്ലിം സമുദായം അംഗീകരിക്കാൻ പാടില്ലെന്ന് കണ്ണിയല്ല എന്നെ പഠിപ്പിച്ച കാന്തപുരത്തിന്റെ വകയാണ്. അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ ബാക്കി കൂടി. ഇനി പ്രധാനപ്പെട്ട പിന്നിൽ വരുന്നുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരോടും അത് പ്രചരിപ്പിക്കുന്നവരോടും അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു അദ്ദേഹം. അപ്പൊ പിന്നെ കാന്തപുരത്തോട് എന്താ സ്നേഹം കാണിക്കാതെ പുറത്താക്കിയത്? സുന്നത്ത് ജമാഅത്തിന്റെ ആളായിരുന്നു കാന്തപുരമെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് അങ്ങേയറ്റം സ്നേഹം കാണിച്ച് കാന്തപുരം നിങ്ങൾക്ക് ചെറിയൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, നിങ്ങൾ തൗബ ചെയ്തിട്ട് ഈ സംഘടനക്കുള്ളിൽ തന്നെ നിൽക്കണമെന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദ് പറയുമായിരുന്നില്ലേ? അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്താവുന്ന സമയത്ത് നിങ്ങളെ പുറത്താക്കാതിരുന്നത്?
എന്നിട്ട് വീണ്ടും എഴുതുകയാണ്, സത്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും, കേട്ടോളൂ, സത്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും പണ്ഡിതനോ, ഇനി എന്റെ വക ഇൻ ബ്രാക്കറ്റ് APO, പണക്കാരനോ, സത്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും പണ്ഡിതനോ പണക്കാരനോ മറ്റു പ്രതാപമുടയവനോ എന്ന് നോക്കാതെ അവരെ താക്കീത് ചെയ്യുകയും ആ പ്രവൃത്തിയിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുക കണ്ണിയത്തിന്റെ സ്വഭാവമായിരുന്നു. ഈ സ്വഭാവം എങ്ങനെയാ ഒരു മനുഷ്യന് മനസ്സിലാവുക? അനുഭവിച്ചറിയാതെ മനസ്സിലാവോ? അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് തടയുകയും അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തത് അനുഭവത്തിലൂടെ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് ഇദ്ദേഹം പഠിച്ചു എന്നല്ലേ വ്യക്തമാവുന്നത്. എന്തുകൊണ്ടാ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ചെയ്തത്? ഇത്തരം വേണ്ടാത്തരങ്ങൾ കളവ് പറയുന്നത് കൊണ്ട്. കേട്ടോളൂ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തല്ല, ഇതിൽ അടുത്ത ചോദ്യം. താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരികേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. അപ്പൊ മറുപടിയാണ്, മഹാനവറുകളുടെ മറുപടി കേട്ടോളൂ, കാന്തപുരത്തിന്റെ. അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞാൻ ഇപ്പൊ കാണിച്ച റെസിപ്റ്റ് എന്തിനുള്ളതാണ്? പിന്നെ എന്തിനുള്ളതാ? ഞാൻ തന്നെ ഇത് വായിച്ച് ഈ മാതൃഭൂമി വന്ന ദിവസം ഞാൻ വീട്ടിലിരുന്നിട്ട് എന്റെ മകളോട് പറഞ്ഞു, അവളാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ റെസീറ്റിന്റെ പോയി മൊത്തമായിട്ട്. ഞാൻ അവളോട് അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കണ്ണൊക്കെ പൊട്ടി ഒന്ന് അമർത്തി തൊട്ടു നോക്കൂ. ഞാൻ സ്വപ്നത്തിലല്ലല്ലോ ഇത് കാണുന്നത്, റെസീറ്റ് ഒറിജിനൽ തന്നെയല്ലേ, സ്വപ്നം കാണുകയല്ലോ, പല സ്വപ്നങ്ങളുടെയും കാലമല്ലേ. ഞാൻ ആ റെസീറ്റ് മൊത്തം ഒന്ന് പിടിച്ചു നോക്കിയിട്ട് എനിക്ക് ഉറപ്പായി അല്ല. പക്ഷെ കാന്തപുരം എന്താ പറഞ്ഞത്? ഒന്നുകിൽ കാന്തപുരം മർക്കസിലുള്ള തന്റെ ജോലിക്കാരെയും മകനെയും ഒക്കെ അവിടുന്ന് പിരിച്ചുവിടണം, നിങ്ങൾ അറിയാതെ അവർ റെസീറ്റ് അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളും മകനും കൂടി നടത്തിയ തട്ടിപ്പിന്റെ കഥ പുറത്തു വരുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കുംഭസാരം നടത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ പ്രസ്ഥാനം സ്വയം പിരിച്ചുവിട്ട് സമുദായത്തോട് മാപ്പ് പറയുക. ഈ വാക്കുകൾ നിങ്ങളെ അതിന് നിർബന്ധിക്കുന്നുണ്ട്. ഈ നിർബന്ധത്തിന് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ കാന്തപുരത്തിനോ കാന്തപുരത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തകനും സാധിക്കില്ല. ഞാൻ അതിൽ നിന്ന് രാജിവെച്ചു വന്നതുകൊണ്ട് എനിക്ക് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് സ്വസ്ഥമായി സ്വതന്ത്രമായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രം എല്ലാം പറയുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഇതും തുറന്നു പറയാൻ ധൈര്യമായിട്ട് കഴിയും. SSFകാരൻ എനിക്ക് കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന SSFകാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബഹുമാന പുരസ്സരം കൊണ്ടുവച്ച ഈ റെസീറ്റ് നിങ്ങളുടെ പോക്കറ്റിലില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ഭദ്രമായി വെച്ചിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ, സത്യം പറയാൻ, നേതാവിനെ പോലെ ആവാതെ സത്യം പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത് സത്യം തുറന്നു പറയും. ഞാൻ ഭയപ്പെട്ടു പോവാണ്. കാരണം ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്നതോടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് കണ്ടതിനേക്കാൾ ഭീകരവും ബീഭത്സവുമായ ഒരവസ്ഥ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്സിലൊക്കെ പുകവലിക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കുന്നത് പോലെ നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് സത്യം പറയരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണിപ്പോ. അലിഖിതമായി അങ്ങനെ ഉണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. സത്യം നിങ്ങൾ ആരും പറയുന്നില്ല, നിങ്ങളൊരു നേതാവും സത്യം പറയുന്നില്ല. കേട്ടോളൂ, കാന്തപുരം പിന്നെയും പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു പിരിവും നടത്തിയിട്ടില്ല, പള്ളിയുണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയിലാകമാനം 2000-ത്തിലധികം പള്ളികൾ ഞങ്ങൾക്കുണ്ട്. മൂപ്പര് പിന്നെന്തിനാ പിരിവ് നടത്തിയത്? പള്ളിക്കല്ല എന്ന് പറഞ്ഞു. പിന്നെ പള്ളക്ക് വേണ്ടിയാണോ എന്ന് ചോദിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ പറഞ്ഞ് പള്ളിക്ക് നിങ്ങൾക്ക് പിരിവ് നടത്തേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ പിരിവ് നടത്തിയത്? പിന്നെ മൂപ്പര് എന്തു പറഞ്ഞാലും ആദ്യം എടുത്തിടുന്ന ഒരു ഡയലോഗായത്. മൂപ്പര് മാലിക് ദിനാറിനേക്കാളും വലിയ ആളാവാനുള്ള പദ്ധതിയാ. എന്താ? പള്ളി ഉണ്ടാക്കുന്ന ആളാണ്. 25,000 മദ്രസയുള്ള ആൾക്ക് 2000 പള്ളി മതിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനതൊരു അന്വേഷണ വിധേയമാക്കി മാറ്റി. കാന്തപുരത്തിന്റെ, ഞാൻ ആ സംഘടനയിൽ പ്രവർത്തിച്ച കാലത്ത് സജീവമായി ആത്മാർത്ഥമായി കാന്തപുരം ഭക്തൻ തന്നെയായിരുന്നു. നന്നായിട്ട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വാഗ്ധോരണി കണ്ടിട്ട്, നിങ്ങളുടെ സമർത്ഥനം കണ്ടിട്ട്, നിങ്ങളുടെ സംഘടനാ പാഠവും കണ്ടിട്ട് കൊട്ടപ്പുറത്ത് സംവാദം നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സംവാദത്തിൽ നിങ്ങൾ തിരിച്ചു വിജയിച്ചു വന്നപ്പോ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടാൻ കാരണമായത് അതുമാത്രമായിരുന്നു. അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യമോ കലാപരമായി ഉണ്ടാക്കിയ കൂടെ കാരണമായത്.
ഇപ്പോൾ പക്ഷേ തിരിച്ചറിയുന്നു, കാപട്യത്തിന്റെ മുഖമോടി അണിഞ്ഞ നിങ്ങളുടെ ഇന്നലകളെ വെറുക്കുന്നു ഞാൻ. അമേരിക്കക്കാരനോട് ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ വെറുക്കുന്നു. ഇപ്പോ എന്റെ 25 കൊല്ലത്തെ ജീവിതം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ കൂടേണ്ടി വന്നതിന്റെ പേരിൽ ഞാൻ ഒരു സമുദായത്തിലെ ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്ന മുത്തുമണികളെ പോലുള്ള വജ്രങ്ങളായ പണ്ഡിത പ്രവണന്മാരെ എനിക്ക് നഷ്ടപ്പെട്ടു. ശംസുലുലമയുടെ കൈപിടിക്കാൻ, കണ്ണിയത്ത് ഉസ്താദിന്റെ കൈപിടിക്കാൻ, കാളമ്പാടി ഉസ്താദിന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആരാ കാരണം? നിങ്ങളാണ് കാരണം. ഇത്രയും വലിയ മഹാനാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഒരു മതിൽ കെട്ടി കണ്ണിയത്ത് ഉസ്താദിനെ തൊടാതിരിക്കാൻ, കണ്ണിയത്ത് ഉസ്താദിന് അത്തും പിത്തുമെന്ന് നിങ്ങൾ പറയുകയും എഴുതുകയും നിങ്ങളുടെ സംഘടന ചെയ്തു. എന്നിട്ടിപ്പോ പറയാണ് നിന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളാളാണ്, മഹാനാണെന്ന്. ഇപ്പൊ വിളിച്ചു പറയുന്നു. വേദനയോടെ ചോദിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ കാണേണ്ടതുപോലെ കാണാൻ പറ്റുന്ന സമയത്ത് ഞങ്ങളെ വഴിമുടക്കുകയും വഴിമാറ്റിവിടുകയും ചെയ്ത കാന്തപുരം പി. അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ സമുദായത്തോടുള്ള ക്രൂരതയാണ്. നിങ്ങൾ നാളെ മഹ്ശറിൽ വരുമ്പോ നിങ്ങളുടെ കോളർ പിടിങ്ങൾ പുറത്തു തരില്ല. ഈ കാര്യത്തിൽ മറ്റെല്ലാം ഞങ്ങൾ പൊറുക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നിങ്ങളുടെ കച്ചവടവും ഇത്തരത്തിലുള്ള മഹാന്മാരോടുള്ള കളിയും ജീവിതത്തിൽ ഞങ്ങൾ പൊറുക്കില്ല. മറ്റെന്തുമാവാം, മറ്റെങ്ങനെയുമാവാം. പക്ഷേ ഒരു കാര്യം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിങ്ങൾ എന്ന് കളി തുടങ്ങിയോ അന്ന് നിങ്ങളുടെ അന്ത്യത്തിലേക്കുള്ള ആണികൾ ഓരോന്നും നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിപ്പോകുന്നു ഔറംഗസീബിന്റെ പിതാവ് ഔറംഗസീബ് രാജാവെന്ന ആ നല്ല മനുഷ്യൻ ചെയ്തൊരു പ്രവർത്തനമുണ്ടായിരുന്നു. പിതാവിനെ പിടിച്ച് ജയിലറക്കുള്ളിൽ അടച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട വസ്ത്രവും ഭക്ഷണവും സുഖ സൗകര്യങ്ങളൊക്കെ നൽകിയതുപോലെ കാന്തപുരം പി. അബൂബക്കർ മുസ്ലിയാരുടെ ശ്രീമന്തപുത്രൻ അബ്ദുൽ ഹക്കീം അസ്സഹരി കാന്തപുരത്തെ പിടിച്ച് റൂമിലിട്ടടക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ നാളുകളാണ് ഇപ്പോൾ മാതൃഭൂമിയിലൂടെയും മറ്റു പത്രങ്ങളിലൂടെയും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരം വീണ്ടും പറയട്ടെ, വീണ്ടും ചോദ്യമാണ്, തിരുകേശപ്പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ? കേട്ടില്ലേ? തിരുകേശപ്പള്ളി നേരത്തെ നമ്മൾ പറഞ്ഞ റെസിപ്റ്റ്, ആ ആശയം ഇല്ലെന്നാണോ മൂപ്പരോട് ചോദിക്കുന്നത്? മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല. ഇത് മാതൃഭൂമിയിൽ കാന്തപുരം നൽകിയ അഭിമുഖമാണ്. ഹമീദ് ഫൈസി അമ്പലക്കടവ് നൽകിയതല്ല, നാസർ ഫൈസി നൽകിയതല്ല. ഇത് നൽകിയത് കാന്തപുരം പി. അബൂബക്കർ മുസ്ലിയാരാണ് അഭിമുഖം നൽകിയത്. എന്നോട് പറഞ്ഞിരുന്നു കാന്തപുരം ഞാൻ പള്ളി ഉണ്ടാക്കാൻ പോകുന്നുവെന്ന്. നാസർ ഫൈസിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. നാസർ കോഴിക്കോട് വെച്ച് SKSSF ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടി പ്രദർശിപ്പിച്ച ദിവസം ഏഷ്യാനെറ്റിൽ വെച്ച് ഒരു ടോക്ക് ഉണ്ടായിരുന്നു രാത്രി. നാസർ ഫൈസിയാണ് SKSSFന് വേണ്ടി വന്നത്. AP വിഭാഗത്തിന് വേണ്ടി വന്നത് അബ്ദുസമദ് അൻവരിയായിരുന്നു. കൂടെ ഞാനും ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അന്ന് വരുമ്പോൾ കാന്തപുരത്തിന്റെ പുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞത് നമുക്ക് ടൗണിൽ ഒരു പള്ളി വരും, ആ പള്ളിയാണെന്ന് പറയണമെന്നാണ്. അന്ന് കാന്തപുരം വിളിച്ചു പറഞ്ഞത്. കാന്തപുരം അന്ന് വളരെ ദൂരെയായിരുന്നു. ഫോൺ വിളിച്ച് ആ വിഷയത്തിൽ അബ്ദുസമദ് അൻവരിക്ക് പറയാനുള്ള മാറ്ററുകൾ ഒരുക്കി കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞതും പള്ളിയുണ്ട് എന്നാണ്. ഇപ്പോൾ കാന്തപുരം പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല, പള്ളികൾ പലതുമുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. നിങ്ങൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലും കാസർഗോഡൊക്കെ പോയില്ലേ? അവിടുത്തെ അനൗൺസ്മെന്റ് ഇതിനേക്കാളും ക്ലാരിറ്റി ഉണ്ടാവും. ട്രെയിൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം. ഇതെന്താ പറഞ്ഞത്? ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. മൂപ്പർക്ക് തന്നെ ഉറപ്പായിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇയാളെ ബാക്ക് കൂടേണ്ട ആവശ്യമുണ്ടോ? SSFകാർ പറയണം ഇതിന് മറുപടി. ഇത് കാന്തപുരം പറഞ്ഞ വാചകങ്ങളെ മാതൃഭൂമി ലേഖകൻ എഴുതിയതാണ്. ഇത് എഴുതിയത് ഒരു ഹക്കീം തന്നെയാണ്. ഈ ഇന്റർവ്യൂ ചെയ്ത ആളും ഹക്കീമാണ്. ഹക്കീമിന്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചു ഹക്കീമിനെ, AK അബ്ദുൽ ഹക്കീം. ഹക്കീമിനോട് ചോദിച്ചു, ഹക്കീമെ മോനെ നീ AP-ന്റെ ഹക്കീമല്ലല്ലോ? അപ്പൊ അല്ല, വേറെ ഹക്കീം തന്നെയാണ്. അപ്പൊ ഹക്കീമിനോട് ചോദിച്ചപ്പോ ഹക്കീം പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഇതിൽ നിങ്ങൾ വല്ല വാചകങ്ങളും സ്വന്തമായി? ഇല്ല.
ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങളും ഭാഷ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അർത്ഥം മാറുകയോ പ്രയോഗങ്ങൾ മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി അയാൾ പറഞ്ഞു. എഡിറ്റിങ് ചിലപ്പോൾ അദ്ദേഹം ചുമക്കലുണ്ട്, അക്ഷരം തെറ്റുമ്പോൾ ഒന്ന് ചുമക്കും, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ വേറൊന്നുമില്ല. അത്ര കൃത്യമായി നൽകിയ അഭിമുഖമാണിത്. ഇതിന് ശേഷം വേറെ മൂപ്പര് എല്ലാം പറയുന്നുണ്ട്. എല്ലാ പള്ളികളും തീർത്ഥാടന കേന്ദ്രമാണെന്ന് പറഞ്ഞത്. അത് ഉസ്താദ്മാരാ തീരുമാനിക്കേണ്ടത്. എല്ലാ പള്ളികളും തീർത്ഥാടന കേന്ദ്രമാണോ എനിക്കറിയില്ല. എല്ലാ പള്ളികളും തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര് ഇതിനകത്ത്. എന്നിട്ട് ഈ കാന്തപുരാണ് പറയുന്നത്, ഞങ്ങൾ കേരളത്തിൽ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ കണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന കാന്തപുരം 2000 പള്ളിയും 25,000 മദ്രസ ഉണ്ടാക്കി നടക്കുകയാണ്. ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ഇറങ്ങിയ ആ നല്ല കാലത്ത് കാന്തപുരത്തോടൊപ്പമുള്ള നല്ല എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം അത് നല്ല കാലം എന്നല്ല, അദ്ദേഹത്തിന് വേണ്ടിയുള്ള നല്ല കാലം. ആ കാലത്ത് ഞാനൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. കാന്തപുരം എന്നൊരു വ്യക്തിപ്രഭാവം ബഹുമുഖ വ്യക്തിത്വമാണല്ലോ. അപ്പൊ ബഹുമുഖമുള്ളത് കൊണ്ട് ഓരോ മുഖങ്ങളെയും ഞാൻ ഇങ്ങനെ പരിശോധിച്ചു. അതിൽ ചിലതെടുത്തിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ പിന്നെ എനിക്കൊന്നും അത് വേണ്ട, അത് വലിയ പ്രശ്നമാണ്. പിന്നെ ചില ഭാഗങ്ങളെടുത്ത് അത് വേണ്ട, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചില ഭാഗങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അത് തീരെ പറ്റില്ല. അപ്പൊ അവസാനം എനിക്ക് കിട്ടിയത് ഈ 2000 പള്ളിയാണ്. ഞാൻ ആ 2000 പള്ളി ഉണ്ടാക്കിയ ഒരു മഹാൻ എന്ന പേരിൽ ആ പള്ളികളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എല്ലാ പള്ളിയിലും പോയി ഫോട്ടോ എടുത്ത് അതിന്റെ കമ്മിറ്റിക്കാരടക്കം കണ്ടെത്തിയിട്ടുള്ള പദ്ധതി ഉദ്ദേശിച്ചത്. കേരളത്തിലും പുറത്തൊക്കെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ജില്ലയിൽ ഇത്ര പള്ളിയുണ്ട്. അങ്ങനെ മൊത്തം 2000 പള്ളി വേണമല്ലോ. സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ എങ്ങനെ കൂട്ടിയിട്ടും 2000 കിട്ടുന്നില്ല. പിന്നെ ഞാനത് ദിർഹംസിൽ കൂട്ടി നോക്കി, അപ്പോഴും 2000 ആവുന്നില്ല. പിന്നെ ഞാനത് ഡോളറിൽ കൂട്ടിയപ്പോഴാണ് ഏകദേശം 2000 സത്യാണ് പറഞ്ഞത്. പിന്നെ 25,000 മദ്രസന്റെ കഥ പറയണോ? എന്റെ നാട്ടിൽ 25,000 മദ്രസ കണക്കൂട്ടാണെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഇരുന്ന് കൂട്ടേണ്ടി വരും. ജില്ലയിൽ കാന്തപുരം വിഭാഗത്തിന്റെ മദ്രസകൾ എത്ര എണ്ണാണ് ഞാൻ പഠിച്ചു നോക്കി. 55 മദ്രസ കണ്ണൂർ ജില്ലയിലുള്ളത്. മദ്രസ അല്ല എന്ന് തെളിയിക്കാൻ ഇനി ഒന്നെങ്ങാൻ ഇന്നലെ ഞാൻ കൂടിയിട്ട് എനിക്കറിയില്ല. 55 മദ്രസ കണ്ണൂർ ജില്ലയിലുള്ളത്. ഇത് വെല്ലുവിളിയാ. SSFകാരാ നോക്കി, നമുക്കൊന്ന് നോക്കാലോ. പിന്നെ SSFന്റെ യൂണിറ്റ് കമ്മിറ്റി എത്ര ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ. എന്നിട്ടല്ലേ ഈ 55-ന് മേലെ മറ്റുള്ളത് പോവാ. നമ്മൾ ഏതായാലും 7 ആളെ ഒരു സ്ഥലത്ത് ഉണ്ടാവാറുള്ളൂ, അത്രേ ഉള്ളൂ. എന്റെ നാട്ടിൽ തന്നെ ഞാൻ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ എത്ര പ്രവർത്തിച്ചു നോക്കും മനുഷ്യന്മാരിത് വരണ്ടതിനകത്തേക്ക് ഇതിന്റെ മോന്തായമായി. ഞാൻ സംഘടനയിലേക്ക് വന്നപ്പോ ഇപ്പൊ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 2-ാം തീയതി എനിക്കൊരു സ്വീകരണവും ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ പണ്ട് എന്നോട് പറഞ്ഞിരുന്നു കൊല്ലം മുമ്പ്, ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ വന്നത് അവിടെയാണ് നാട്ടുകാരോട്. അപ്പൊ എന്റെ മഹലിൽ 1500ഓളം വീടുള്ള മഹലാണ് രാമന്തളി. 25 മുസ്ലിങ്ങളുടെ പ്രദേശം ഞാൻ എണ്ണിയത്. ഹിന്ദുക്കളുടെ പ്രദേശത്തുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ മുനീർ സാഹിബിന് ഒരു മറുപടി എത്തിയിരുന്നു. പണ്ടെപ്പോഴും മുപ്പര് യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാള് ചുമരുന്നുണ്ട് തന്നെ എറണാകുളം സമ്മേളനത്തിന്റെ. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോനെ നിന്റെ പേരെന്താ? എന്റെ പേര് സണ്ണി. പിന്നെന്താ നീ ചുമരുന്ന് ചോദിച്ചപ്പോ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, സുന്നി എന്നല്ലേ വായിക്കാന്ന് വെച്ചു. ഈ ബന്ധം പോലെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. ഈ ചുരുങ്ങിയ സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ ഇത് പറയുമ്പോൾ സാധാരണ ചൂടാവും. ഇത് പറയുമ്പോൾ പള്ളി മദ്രസ ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറയുന്നത് ഞങ്ങളെ മദ്രസ ഞങ്ങൾ സ്വന്തമാണ്. അത് സത്യമാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. കാരണം AP വിഭാഗം ഉണ്ടാക്കിയ മദ്രസകളൊക്കെ സ്വന്തം മദ്രസയായിരിക്കും. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? അതിന്റെ കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓരോ നാട്ടിൽ പോയി അവിടെയുള്ളവർക്ക് ഒരു മദ്രസയൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് മദ്രസ എന്തായാലും പുറത്താക്കുമല്ലോ. കയ്യിലിരിപ്പതാവുമ്പോൾ പിന്നെ നമ്മളെന്തായാലും പിടിച്ച് പുറത്താക്കും. ഞങ്ങളൊക്കെ പുറത്താക്കിയിട്ടുണ്ട് പണ്ട്. അങ്ങനെ പലരെയും പിടിച്ച് പുറത്താക്കും. ആ പുറത്താക്കലുകൾ നടക്കുമ്പോൾ അവരെ 3-4 കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഒരു മദ്രസ വേണം. അപ്പൊ ഒരു മദ്രസ ഉണ്ടാക്കും.
ആ വിഭാഗത്തിലൊരു മദ്രസക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ മദ്രസന്റെ പ്രത്യേകത എന്താ? പണ്ട് എരപ്പന്റെ വിരിപ്പിനെ പറ്റി പറയുന്നിട്ടില്ല നിങ്ങൾ? എരപ്പന്റെ വിരിപ്പ് കാണാതായ കഥ. അവസാനം എവിടുന്നോ തെരഞ്ഞൊരു സാധനം കിട്ടി. ആളുകൾ ഒന്ന് ചോദിച്ചു, ഇതാണോ സാധനം? ആ ഇതന്നെ. അപ്പൊ നിന്റെ വിരിപ്പോ? ഇതെന്റെ വിരിപ്പാണ്, എന്റെ പുതപ്പാണ്, ഇതെല്ലാം ഇത് തന്നെയാണെന്ന് മൂപ്പര് പറഞ്ഞത്. വസ്ത്രമൊക്കെയാണ്. അതുപോലെ ഏപ്പിക്കാര മദ്രസക്ക് ഒരു പ്രത്യേകത, ഒറ്റ ക്ലാസ് റൂം മതി. ഒറ്റ ക്ലാസ് റൂം മതി. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4, -1, 5, 8, 10, 12, പിന്നെ ഉസ്താമാരെ താമസം എല്ലാ റൂമിലും ഒതുങ്ങുകയും. ആകെ 6 കുടുംബം ഉണ്ടാവുക. അതിൽ നിന്ന് ഓരോ കുട്ടികൾ വന്നാൽ അത്രയല്ലേ മദ്രസ ആവശ്യമുള്ളൂ. അപ്പൊ പിന്നെ സ്വന്തം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഒരു റൂം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇനി അല്ല വാടക എടുത്താൽ എളുപ്പമല്ലേ? 250 റുപ്യല്ലേ വാടക ഉണ്ടാവുള്ളൂ, അല്ലെ 300. ഗ്രാമപ്രദേശങ്ങളിലല്ലേ, മംഗലാപുരം ടൗണിലൊന്നുമല്ലല്ലോ ഇത് വരിക. ഇതാണ് അവിടുത്തെ മദ്രസന്റെ അവസ്ഥ. പിന്നെ ഒരു കാരണം ജനങ്ങളിലുണ്ട്. സത്യം എന്താണ്? സമസ്തയുടെ മദ്രസയൊക്കെ നാട്ടുകാരുടെ മദ്രസയായിരിക്കും. നാട്ടുകാരുടെ മദ്രസ ഉണ്ടാക്കും. ആ ബാലവൃദ്ധം ജനങ്ങൾ കൂടിയിട്ട് അതിന്റെ ഉദ്ഘാടനമൊക്കെ ആവുന്നതിന് മുമ്പ് തീരുമാനിക്കും, നമ്മൾ നല്ല വലിയ മദ്രസ ഉണ്ടാക്കി, ഇതാർക്ക് കൊടുക്കും? അപ്പോ ഒരു എസ്എഫ്ആറിനെ എഴുന്നേറ്റ് എന്ന് പറയും, ഞാൻ മർക്കസിലാണ് പഠിച്ചത്, എന്റെ ഉസ്താദിന് കൊടുക്കണം. അപ്പൊ ഇപ്പുറത്ത് എസ്എഫ്ആർ പറയും, മോനെ ആ 1000ന്റെ റെസീറ്റ് എടുത്ത് പിരിപ്പിച്ചിട്ട് അതല്ല എന്ന് പറഞ്ഞ ആളല്ലേ. ഇതിന്റെ ആധാരം കൊടുത്ത മൂപ്പര് അടിയാധാരം തെരഞ്ഞെടുക്കുന്നുണ്ട് പേരോട്. ഇതും കൊണ്ട് പോയാലോ എന്ന് ചോദിക്കുന്നൊരു ചുറ്റുപാട് വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യൻ, ഈ ജനങ്ങൾ, ഈ ആബാലവൃദ്ധം ജനങ്ങൾ എന്തു പറയും? നമുക്ക് വേണ്ട കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച സംസ്ഥ, ഷംസുൽ ഉലമ പഠിപ്പിച്ച സംസ്ഥ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന് നമ്മൾ കൊടുത്താൽ മതി, ഇത് അവരുടെ പുസ്തകം പഠിപ്പിച്ചാൽ മതി, അവർ പറയുന്നത് അംഗീകരിച്ചാൽ മതി എന്ന ചുറ്റുപാടിലേക്ക് ജനങ്ങളെത്തുകയാണ്. എങ്ങനെ എത്താതിരിക്കാൻ നോക്കിയോളി. കാന്തപുരം എന്താ പറഞ്ഞത്? ഞങ്ങൾ നാട്ടിൽ ഒരുപാട് ഉപകാരവും ഒക്കെ ചെയ്യുന്നവരാണ്. ശരിയായിരിക്കും. എന്തുപകാരമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കേരളത്തിലെ ഏറ്റവും വലിയ, കാന്തപുരം തന്നെ പറയുന്ന എന്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖലയും ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തത്, സേവനം ചെയ്യുകയും ചെയ്തത് മർക്കസിലൂടെയാണെന്ന് കാന്തപുരം പറയുന്നുണ്ട്. കോട്ടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ. ഈ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ അവിടുത്തെ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞേക്കും. നമ്മൾ എന്തിനാണ് ഇസ്ലാമിക സ്ഥാപനങ്ങൾ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കുന്നത്? ക്രിസ്ത്യൻ മാനേജ്മെന്റിലോ മറ്റൊന്നും അയക്കാനുള്ള മുജാഹിദിന്റെ ഒന്നും അയക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മതവും ഭൗതികവും അവിടുന്ന് പഠിക്കാനാണ്. നമ്മളെ കുട്ടികൾ മദ്രസയിൽ, സ്കൂളിൽ പോയി ളുഹർ നിസ്കാരവും അസർ നിസ്കാരമൊക്കെ ഖളാ ആക്കാതെ ജമാഅത്തായി നിസ്കരിക്കാനാണ്. അദബ് പഠിക്കാൻ നമ്മൾ പറഞ്ഞയക്കുന്നതാണ്. മർക്കസിന്റെ ഇന്റർനാഷണൽ സ്കൂളിലേക്കും രക്ഷിതാക്കൾ പറഞ്ഞയച്ചത് അതിന് തന്നെയാണ്. പക്ഷേ മർക്കസിന്റെ സ്കൂളിൽ കുട്ടികൾ വന്ന് പഠനം തുടങ്ങി നോക്കുമ്പോൾ കഴിഞ്ഞ 3-4 മാസം അവിടെ ളുഹർ നിസ്കാരം ഇല്ലത്രേ. രക്ഷിതാക്കൾക്കാകെ ബേജാറായി, രക്ഷിതാക്കൾക്ക് പ്രശ്നമായി. രക്ഷിതാക്കൾ നോട്ടീസ് ഇറക്കി, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അനാസ്ഥകൾ നിങ്ങൾ അറിയിക്കുന്നതിലേക്കാണ് ഈ നോട്ടീസ്. ഒരു 13ഓളം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ 1-2 മാത്രം വായിക്കാം. 1, നിർത്തലാക്കിയ ളുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മംഗലാപുരത്തൊക്കെ ഓട്ടും കമ്പനിയൊക്കെ നിർത്തലാക്കിയിട്ട് അതിന്റെ മുന്നിൽ തൊഴിലാളികൾ കൊടിയും കുത്തിയിട്ട് ചിലപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും. പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ഇങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് കാന്തപുരത്തിന്റെ മദ്രസയിൽ അവസ്ഥയാണ്, സ്കൂളിൽ അവസ്ഥയാണ്. 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന 1500-ലധികം കുട്ടികളുടെ 3 മാസത്തിലധികമായുള്ള നിസ്കാരം ഖളാ ആക്കാൻ കാരണക്കാരാകുന്നത് കാന്തപുരമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ 2000 പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുവോ? നിങ്ങളോട് ആരാ നിർബന്ധിച്ചിട്ടുണ്ടോ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി? പക്ഷെ ഇത് നിങ്ങളെ നിർബന്ധ ബാധ്യതയല്ലേ? നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളായതുകൊണ്ട് മാത്രം ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ, അയാളുടെ 2 കുട്ടികൾ, ഒരു കുട്ടിയാണ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ പഠിക്കുന്നത്, ഒന്ന് പ്രൊവിഡൻസിലാണ്. പ്രൊവിഡൻസ് സ്കൂളിൽ പോകുന്ന കുട്ടി കൃത്യം കുട്ടിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ളുഹർ കൃത്യമായി പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വീട്ടിലെത്തുമ്പോ ആ കുട്ടി വീട്ടിലെത്തിയിട്ടാണ് ളുഹർ നിസ്കരിക്കുന്നത് വൈകുന്നേരം ഖളാ ആയിട്ട്. പിന്നെന്തിനാ ഞങ്ങൾ 2000 പള്ളി ഉണ്ടാക്കിയത്?
എന്തിനാ ഉണ്ടാക്കിയത്? പിന്നെ ഇതാ കേട്ടോളൂ. രണ്ടാമത്തത്, നിസ്കാര ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന 2 ക്ലാസ് റൂമുകൾ പൊളിച്ചു മാറ്റി നിസ്കാര സൗകര്യം കൂട്ടുക. നിസ്കാര ഹാളാണ്, നിസ്കരിക്കാൻ പൊളിച്ചു മാറ്റണം എന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. പിന്നെ എങ്ങനെയാ സംസ്ഥയുള്ള ജമിയത്തുൽ ഉലമക്കല്ലാതെ ജനങ്ങൾ മദ്രസ വിട്ടുവരുമോ? ഇവർക്ക് പള്ളിയും മദ്രസയും വിട്ടുകൊടുത്താൽ പള്ളിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങൂലേ? അത് പേടിച്ചിട്ടാണ് ജനങ്ങൾ മേലാന്ന് പറയാറില്ലേ? അതുപോലെ നിങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കേണ്ടി വരികയാണ്. ഇതാണ് കാന്തപുരത്തിന്റെ അവസ്ഥ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ മാനേജ്മെന്റ് ഇടപെട്ടിട്ട് ഒരു PTA പേരിൽ മറ്റൊരു നോട്ടീസ് ഇറക്കി. ഇത് പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് കത്തയച്ചു ഒരാൾക്ക്, അയാൾക്ക് അഡ്രസ്സ് ഒന്നും അറിയാതെ ഇങ്ങനെ എഴുതി വിടുക ചെയ്തത്, പിന്നെ മറുപടി വരില്ലല്ലോ. അതുപോലെ ഞാൻ കുറെ നിന്ന് പറഞ്ഞു. ഏകദേശം ഈ ഒരു മാസം കൊണ്ട് 45 ഈ 2 സ്ഥലത്തൊക്കെ ആയിട്ട് 45 സ്ഥലത്തെങ്ങാനും 30-ാം തീയതിക്ക് ശേഷം പോയിട്ടുണ്ട്. സാക്ഷാൽ കാന്തപുരത്തിന്റെ മരുമകൻ സീഫൈസിന്റെ വീട്ടിന്റെ മുന്നിൽ പോയിട്ടും കുറെ പറഞ്ഞു നോക്കി. ഞാൻ ഇത്രത്തോളം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ബെല്ലടിച്ചാൽ ഇപ്പൊ മർക്കസ് കേൾക്കുമെന്ന് എനിക്കറിയാം. വീട്ടിലിരുന്ന് സീഫൈസ് കേൾക്കും. ുണ്ടെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞ് കുറെ വിളിച്ചു പറഞ്ഞു. രക്ഷയില്ല, ഇന്ന് വരെ ഒരു മറുപടി എവിടുന്നില്ല. അങ്ങനെ കുറെ പറഞ്ഞപ്പോൾ ഈ സ്കൂളിൽ കുറച്ച് രക്ഷിതാക്കൾക്കെങ്കിലും മാന്യത ഉണ്ടാവും. അവരെ നിർബന്ധത്തിന് ഒരു നോട്ടീസ് ഇറങ്ങി. അത് ഇതിനേക്കാൾ രസമാണ്. അത് നടക്കുന്നുണ്ട്, ജമാഅത്ത് കൂട്ടിക്കൊടുത്താണ്. നിസ്കാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോശമാണല്ലോ. മുതിർന്ന ക്ലാസുകൾ ജമാഅത്ത് നടത്തൽ താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ്. മുതിർന്ന കുട്ടികൾക്ക് നിസ്കാരമുള്ളൂ. ഞാൻ കുറെ ആലോചിച്ച് നോക്കി, ഫിഖ്ഹിന്റെ കിതാബുകളിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു രക്ഷപ്പെടാനുള്ള മസലുണ്ടോ? ചിന്തിച്ചു നോക്കുങ്ങൾ. ഇത് അടുത്ത കൊല്ലാണ് ഇനി നിസ്കരിക്കാൻ പോകേണ്ടത് ആ കുട്ടികൾ. ഇത് ഔദ്യോഗിക നോട്ടീസാ. ഇനി മറ്റേതിന് നിങ്ങൾ നിഷേധിച്ചോളൂ. ഇത് രണ്ടാമത് മർക്കസ് ഇറക്കിയതാ. ജമാഅത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതിൽ കൊടുക്കുക. അത് ജമാഅത്തല്ല, നിസ്കാരം തന്നെ നടക്കുന്നില്ല എന്ന് അവിടെയുള്ള രക്ഷിതാക്കൾ കൃത്യമായി രേഖകളൊക്കെ അവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, അതിന്റെ മുന്നിൽ ബോർഡും വന്നിട്ടുണ്ട്. അവിടെ ബോർഡും വന്നിട്ടുണ്ട്. ആ വിധത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകളോട് എനിക്ക് കൃത്യമായി പറയാനുള്ളത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴാണോ കച്ചവടത്തിനിറങ്ങി തിരിച്ചത്, അതുമുതൽ നിങ്ങൾ ആപതിച്ചുകൊണ്ടിരിക്കുന്നത് അപകടത്തിലേക്കാണ്. പിന്നെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല, ദോറാജിവാല, ഏതായാലും വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇക്ബാൽ ജാലിയവാല അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡാണ്. വേണം അഡ്രസ്സ് പറഞ്ഞുതരാം. ആർക്കെങ്കിലും അറിയെങ്കിൽ എഴുതി വെച്ചു. നിങ്ങൾക്ക് ബർക്കത്ത് എടുത്തു പോരാൻ പറ്റുമെങ്കിൽ എടുത്തു പോന്നോളി. ബർക്കത്ത് എടുത്തു പോരാനാ പറഞ്ഞത്. മുഹമ്മദ് ഇക്ബാൽ വലി ദോറാജിവാല, 453A സുത്തർവാല ബിൽഡിംഗ്, 3rd ഫ്ലോർ, റൂം നമ്പർ 3A, നിയർ ഗോൾദേവൻ മന്ദിർ. ഗോൾദേവൻ മന്ദിർ ഓർമ്മിക്കാൻ പറ്റിയ പേരാണ്, ഓർമ്മിച്ചോളൂ. അതാണ് അതിന്റെ അഡ്രസ്. നിയർ ഗോൾദേവൻ മന്ദിർ, മൗലാന ആസാദ് റോഡ്, മുംബൈ 3. സിയാറത്ത് സമയമൊക്കെ പറയുന്നുണ്ട്. പിന്നെ സിയാറത്തിന് സമയം ആവശ്യമില്ലല്ലോ. അപ്പോ ഇതാണ് ജാലിയവാല എന്ന് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹം മൂപ്പരെ പോയി 2 ദിവസം അവിടെ പഠിച്ചു. അതിന്റെ പൂകിൽ ഇപ്പവും തീർന്നിട്ടില്ല. അംഗങ്ങളാ പോയത്. ഒന്ന് ആദ്യം ഹമീദ് ഫൈസി വന്ന് ഇവരൊക്കെ കൂടി ചാനലിൽ എല്ലാ ചാനലുകാരുണ്ട്. സിറാജുകാരോട് നമ്മൾ വിളിച്ചു പറഞ്ഞു നിങ്ങളും പോകണം. സിറാജുകാർ പറഞ്ഞു ഞങ്ങളൊക്കെ വിളിക്കാത്തതുപോലെ ഇവിടെ ഞങ്ങളെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകില്ല. ആത്മാർത്ഥതയാണ്. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തു. ചാനലിൽ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ട് ആ DV ഞങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് അതിന്റെ കോപ്പി എടുത്ത് രാത്രി തന്നെ നമ്മൾ കേട്ടു. അപ്പൊ അതിനകത്ത് ഹമീദ് ഫൈസി അഡ്രസ്സ് പറയുന്നുണ്ട്. അത് എഴുതിയെടുത്തിട്ട് ഞങ്ങൾ ബോംബെയിലേക്ക് വണ്ടി കയറി. അല്ലാതെ കാന്തപുരത്തിന് അതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. അതിന് മുമ്പ് ഒരഡ്രസ്സും കാന്തപുരത്തിന് അറിയില്ല. കാന്തപുരം അറിയുന്നൊന്ന് പറയാം, നമ്മൾ ബാക്കി തരാം. കാന്തപുരത്തിന് അറിയില്ലായിരുന്നു. ഞങ്ങൾ എഴുതിയെടുത്ത് ഞാനും നൌഷാദ് ഹസനിയും അടങ്ങുന്ന 5 അംഗ സംഘമാണ് ആദ്യം ബോംബെയിൽ കാന്തപുരം വിഭാഗത്തു നിന്ന് പോയത്. കാന്തപുരം പോയത് ഞങ്ങൾ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതും ഞങ്ങൾ വിളിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് പോയത്.
ഞങ്ങൾ പറഞ്ഞു, ബാവക്ക് നിങ്ങളെ കാണാൻ വല്ലാതെ മഹബത്തുണ്ട്, താല്പര്യമുണ്ട്, നിങ്ങളെ കണ്ടേ പറ്റുമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് ഫ്ലൈറ്റിന് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയത്. ഞങ്ങൾ പോയിട്ട് 3 ദിവസം അവിടെ നിന്നു. ഹമീദ് ഫൈസി 2 ദിവസം നിന്നു. മൂന്നാമത് പോയ ആളാണ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിഷാൻ മാഹി. ഒരേ ആശയക്കാരാണ്, 3 സംഘവും ഒരേ ആശയക്കാരാണ്. അവസാനം ജിഷാൻ പറഞ്ഞു, എന്നെ പറ്റിച്ചത് നൗഷാദ് ഹസനിയാണ്. നൗഷാദ് ഹസനി പറഞ്ഞു, എന്നെ പറ്റിച്ചത് രാമന്തളിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, എന്നെ പറ്റിച്ചത് കാന്തപുരാണ്. ഇതൊരു ചാക്രിക പ്രവാഹമാണ്. ഇത് പറ്റിക്കുന്നവരിൽ അവസാനം കൊണ്ടുവന്ന് കാന്തപുരം പറ്റിച്ചപ്പോൾ ഞാൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. അത്ര തന്നെ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അതാ നേരത്തെ നാസർ ഫൈസി പറഞ്ഞത്, സത്യത്തിന്റെ പക്ഷവും സത്യത്തിന്റെ തീരവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പക്ഷമാണ്. ഇവിടെയാണ്. ഇവിടേക്കല്ലാതെ മറ്റെവിടേക്കും പോകാൻ മനസ്സിൽ വിശ്വാസത്തിന്റെ തരിമ്പുള്ള ഒരാൾക്കും കഴിയില്ല. മനസ്സകത്തെവിടെയെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്കുണ്ടെങ്കിൽ, ഹബീബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ തീരത്തല്ലാതെ മറ്റൊരു സംഘടനയിലും പോകാൻ കഴിയില്ല. ഈ വിവാദങ്ങളുണ്ടായ തുടക്കകാലത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു, കേരളത്തിൽ ഏത് സംഘടനയിലേക്ക് പോകണം. അപ്പോ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. ശരിയാവില്ല, വഹാബികളോട് സലാം ചൊല്ലിയാലും മൂപ്പർക്ക് പ്രശ്നമില്ല, ഖുത്ബ മലയാളത്തിലല്ല, ഇനി ഇംഗ്ലീഷിലല്ല, തമിഴിലായാലും പ്രശ്നമില്ല എന്ന് പറയുന്ന അതിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട സത്യം എന്നെക്കാൾ മുന്നേ വിളിച്ചു പറഞ്ഞ് എനിക്ക് പോലും വഴി കാണിച്ചു തന്ന സംഘടന സമസ്തയുടേതാണ് ഈ പക്ഷത്തേക്ക് വരുന്നത് തറവാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു. അതിലൊരു വേദനയില്ല, അതിൽ അഭിമാനമുള്ളത്. കാരണം ഒരു തറവാട്ടിൽ നിന്ന് തെറ്റുപറ്റി പുറത്തു വന്നവൻ അഭിമാനത്തോടെ ജീവിക്കുന്നവനാണെങ്കിൽ, തറവാടിന്റെ മഹിമയെ ഓർത്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവൻ തിരിച്ചു പോവാ തറവാട്ടിലേക്ക് തന്നെയാണ്. ആരാന്റെ തറവാട്ടിൽ കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത് എന്റെ തറവാട്ടിലേക്കാണ്. പക്ഷെ വരുമ്പോ എല്ലാ സാധനവും ഞാൻ അവിടെ അഴിച്ചു വെച്ചിട്ടാണ് വന്നത്. അതിനുശേഷം എന്റെ പേരിൽ ഭയങ്കര ആരോപണം, കേരളത്തിലെ ഏറ്റവും മോശം മനുഷ്യൻ ഞാനാന്നാ പറയുന്നത്. എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം എന്താ, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിന്നല്ലേ, അപ്പൊ നിങ്ങൾ അതേ സ്വഭാവം എനിക്കുണ്ടാവില്ലേ? കേരളത്തിലെ ഏറ്റവും മോശം നിങ്ങളുടെ പ്രസ്ഥാനമാണെന്ന് SKSSF പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു കേരളത്തിലെ ഏറ്റവും മോശം ഞാനാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? SKSSF പറഞ്ഞ് ശരിയാന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തിനല്ലേ ഞാൻ വരുന്ന, അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഇനി നിങ്ങൾ എന്റെ പേരിൽ ആരോപിച്ചോളൂ. വ്യഭിചാരി എന്ന് വിളിക്കുന്നോ വിളിച്ചോളൂ. നിങ്ങളെ നേതാക്കൾക്കും അനുയായികൾക്കൊക്കെ ആ സ്വഭാവം ഉണ്ടാവും. കള്ളൻ വിളിക്കാണോ, എന്നാ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇനി കൊള്ളക്കാരെന്ന് വിളിക്കാണോ, എല്ലാ സ്വഭാവവും നിങ്ങൾക്കുണ്ടാവും. ആ സ്വഭാവം എന്നിലുണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ മക്കളെ ഞാൻ രാജിവെച്ച് ഇങ്ങോട്ട് പോന്നത്. ഇപ്പൊ എന്ത് സന്തോഷമുണ്ട്. ഞാൻ തൗബ ചെയ്താണ് തിരിച്ചു വന്നത്. ജനങ്ങളുടെ മുന്നിൽ എനിക്ക് ഇത് തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, തെറ്റുപറ്റിയ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ഇനി എനിക്ക് മനസ്സില്ല. ഇനി തിരിച്ചങ്ങോട്ടേക്ക് ജീവിതത്തിൽ അള്ളാഹു ഇനി വഴിതെറ്റിപ്പോലും ആ ഓഫീസ് കയറാനുള്ള അവസരം തരല്ലേ റബ്ബേ എന്നാ ഞാൻ ദുആ ചെയ്യാറുള്ളത്. മഴ പെയ്താൽ പോലും ഓടി ഒളിക്കാൻ കഴിഞ്ഞാൽ ആ ഓഫീസ് പോരുതെന്നാ അത്രത്തോളം ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് അഭിമാനം തോന്നുന്നത്, കാരണം തെറ്റുപറ്റിയത് തിരുത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് അയാളുടെ പ്രത്യേകതയും ഗുണവുമാണ്. തെറ്റുപറ്റിയിട്ട് അത് തെറ്റാണെങ്കിലും ന്യായീകരിച്ച് നടക്കുന്നത് നല്ലതല്ല. ഇപ്പൊ ഓരോരുത്തർ വിളിച്ച് എന്നോട് ചോദിക്കും, തെറി ഇങ്ങനെ വിളിക്കും, ഏറ്റവും മോശമെന്ന് പറയും. ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇപ്പോ അത് കുറഞ്ഞു. ഇപ്പൊ ആരോപിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ആരോപിച്ച ഞാൻ പറയാറുണ്ട്, എനിക്ക് കൃത്യമായി മറുപടി പറയാനുണ്ടാവും. പിന്നെ ചിലതൊക്കെ ഞാൻ തുറന്നു പറയാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെ ഓടി ഒളിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ SKSF-നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയെടുപ്പിച്ചാൽ അത് നിങ്ങൾക്ക് അപകടമായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ ഭീഷണികളാണ്. മരിക്കാൻ തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ ആർക്കെങ്കിലും കഴിയോ? നമ്മളൊക്കെ മരിക്കാൻ തീരുമാനിച്ചവരല്ലേ, പിന്നെ AP ജീവിച്ചിരിക്കുവോ? ആര്യാടെ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആര്യാടെ പറഞ്ഞത് അമ്മക്ക് മരണമില്ല. പടച്ചോനെ അതെങ്ങാനും ആര്യാടൻ സാഹിബ് മറന്നുപോയി പുറത്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയാണത്. ആ ശൈലി അദ്ദേഹത്തിന്
പ്രയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തക്ബീർ ചെല്ലുന്നവനാ ശ്രദ്ധിക്കേണ്ടത്. അതെങ്ങാനും വന്ന് കാന്തപുരത്തിന് മരണമില്ല എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഹക്കീമിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാവുക. മക്ബറ ഉണ്ടാക്കാൻ കരുതിയാ മൂപ്പര് കാത്തിരിക്കുന്നത്. അപ്പൊ ആ നിലയിലേക്ക് ആര്യാടൻ സാഹിബ് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വളരെ ചിന്തിച്ചു പോയൊരു സംഭവമുണ്ട്. അതിന് എന്തോ ഒരു അത്ഭുത സിദ്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താന്ന് അന്വേഷണം നടത്തണം, നിർബന്ധമായിട്ട് അന്വേഷിക്കണം, സംശയമൊന്നുമില്ല. അത് പറഞ്ഞിട്ട് ആര്യാട പോലെ വെച്ചിട്ട് അമ്മയെടുത്തും പോയി പറഞ്ഞു. ഇവിടുന്ന് പറഞ്ഞപ്പോ തക്ബീർ ധ്വനികളുടെ പ്രകമ്പനായിരുന്നു. തക്ബീറിൽ നമ്മൾ എതിരല്ല, പക്ഷെ തക്ബീർ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് ചെല്ലണം. തക്ബീർ ഇവിടെ അമ്മന്റെ അടുത്ത് പറ്റും ആര്യാടൻ പറഞ്ഞു. പക്ഷേ അമ്മന്റെ ഭക്തന്മാരായ ആളുകൾ മൗനമായിരുന്നു, മൗനായിട്ടിരുന്നു. അവർക്കറിയാം ഇത് രാഷ്ട്രീയപരമായാണ് ഈ പറയുന്നത്. അതൊരു പ്രസ്ഥാനത്തിന്റെ ശൈലിയെക്കുറിച്ചുള്ള പ്രസംഗമാണ്, അല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല. നല്ല രാഷ്ട്രീയക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അവർ സുന്നത്ത് ജമാഅത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർക്ക് സുന്നത്ത് ജമാഅത്താണ് വലുത്. സുന്നത്ത് ജമാഅത്ത് ആ ഭക്തർക്ക് അറിയാമായിരുന്നു അമ്മയെക്കുറിച്ച് പറയുന്നത് എന്തിനാണെന്നുള്ളത്. ആര്യാടനും അറിയാം എന്തിനാ പറയുന്നത് എന്നുള്ളത്. അതെല്ലാവരും അങ്ങനെ തന്നെ പറയാം. വെറുതെ ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ട് തക്ബീർ ഇങ്ങനെ ചെല്ലുന്നതിന് എന്തർത്ഥമുള്ള സുഹൃത്തുക്കളെ? എന്നിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഇങ്ങനെ പ്രശംസിച്ചു പോകുന്ന ഈ സമൂഹത്തിന്റെ ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, കാന്തപുരത്തെക്കുറിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാർ പറയുന്ന മഹത്വം കേട്ടിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വലുതാക്കുന്നതെങ്കിൽ ഇവിടെ മറ്റു സംഘടനകളെക്കുറിച്ച് രാഷ്ട്രീയക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ അടുത്തൊരു ദിവസം കേട്ടു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രശംസ ചൊരിയുന്നു. അത് കേട്ടു, അത് സാധാരണയാണ്. അദ്ദേഹം ആ കണ്ട സദസ്സിനെ ഒരു കൈവിട്ടിരുന്ന് പരസ്പരം ഇരുന്നാൽ കിട്ടുന്ന ആ ഒരു അളവിൽ RSS ഒക്കെ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ ഒരു ഗ്രൗണ്ട് നിറക്കാൻ 150 ആൾ മതിയാവും. അതേ ഗ്രൗണ്ടിൽ SYS സമ്മേളന പ്രഖ്യാപനം വന്നപ്പോ അതേ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? പ്രഖ്യാപന സമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ഈ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകുന്നുവെങ്കിൽ ഇതിന്റെ സമാപനം എന്തായിരിക്കും? മുഖ്യമന്ത്രി കണ്ടപ്പം പറഞ്ഞാണ്. അങ്ങനെ അവർ കാണുമ്പോൾ അവരൊക്കെ പറയും. അങ്ങനെ ആളെ കൊണ്ട് നിറക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഘടകത്തെയോ പ്രസ്ഥാനത്തെയോ അങ്ങനെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് സമയത ഏത് വിഭാഗം ഏറ്റവും കൂടുതൽ പോസ്റ്റർ അടിച്ചു വിടുന്നത്? പൊതുസാസിൽ പറയാൻ പറ്റാത്തതാണ്. മനുഷ്യരുണ്ടാവുന്ന കുറെ രോഗങ്ങളെ പറ്റിയുള്ള പോസ്റ്റർ കാണില്ലേ നിങ്ങൾ എല്ലാ റോട്ടിലും? ഗ്യാസിനെ പറ്റിയൊക്കെയുള്ള പോസ്റ്റർ കാണാറില്ലേ? അതാണ് യഥാർത്ഥ സംഘടന, ഏറ്റവും കൂടുതൽ ആളുകളുടെ സംഘടന എന്ന് അതിന്റെ പേരിൽ ധരിക്കാൻ പറ്റുമോ? അതുപോലെ കുറെ പോസ്റ്ററുകൾ അടിച്ചുവിട്ട് മൾട്ടി കളറിൽ തങ്ങളുടെ മുഖമൊന്ന് മിനുക്കിയത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം യഥാർത്ഥ പ്രസ്ഥാനവും യഥാർത്ഥ വിജയത്തിന്റെ അടയാളമാണെന്ന് പറയാൻ പറ്റുമോ? ഹെലികോപ്റ്റർ വന്നാൽ പറ്റുമെന്നാണ് ഇപ്പൊ പുതിയ തീരുമാനം. എന്നാൽ റെസീറ്റും കൂടി അടിക്കേണ്ടി വരും. ഹെലികോപ്റ്റർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറന്ന് കളിച്ചിട്ട് കാര്യം ഇല്ലല്ലോ. ഹെലിപ്പാഡ് വേണ്ട ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ഹെലിപ്പാഡിനൊരു പിരിവ് 2000 രൂപന്റെ റെസീറ്റ്. ഹെലിപ്പാഡിനൊരു ഉത്തമ കേന്ദ്രം ആയിക്കോട്ടെ, നല്ല പരിപാടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹെലികോപ്റ്ററിലൂടെ മേലിലൂടെ പോകുമ്പോൾ താഴെയുള്ളവർക്ക് കാണാൻ പറ്റുമെന്നുള്ള ഓർമ്മ വേണം. അത്രേ നമുക്ക് പറയാനുള്ളൂ. ആ ഒരു ചിന്തയിൽ പോയാൽ മതി. ഹെലികോപ്റ്ററൊക്കെ നോക്കിയിട്ടാണോ ഒരു പ്രസ്ഥാനത്തിന്റെ? ഇപ്പോ ഇതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു മനുഷ്യനെ യഥാർത്ഥ പണ്ഡിതനാക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കൊണ്ടുവന്ന ജ്വല്ലറിക്കാരൻ നിങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആക്കുവോ? ഇങ്ങനെ ഭൗതിക സുഖാഡംബരങ്ങളുടെ 26 കൊല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോ നിങ്ങൾ പലരോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചു, ഒന്നിച്ച് കഴിവിട്ടു. ഒരുപാട് ശേഷിപ്പ്. ആ ശേഷിപ്പെങ്ങാനും ഞാൻ അനിവാര്യമായ സ്ഥലങ്ങൾ വിന്യസിച്ചാലേ ആറ്റം ബോംബ് പൊട്ടുമുട്ടും. അത്തരം ശേഷിപ്പുകളായിട്ടാണ് ഞാൻ വന്നത്. ഈ കാലയളവിൽ നിങ്ങളുടെ കൂടെ നടന്നപ്പോ നിങ്ങളുടെ പലരെയും കണ്ട ഓർമ്മ എനിക്കുണ്ട്, പൂർണ്ണമായ ഓർമ്മയുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പട്ടിക്കാട് ജാമിയ നൂരിയുടെ സമ്മേളന
നടക്കുന്നത്. ഈ സദസ്സ് അത് പറയാൻ എന്തുകൊണ്ടും അർഹമായ സദസ്സാണ്. അവിടുത്തെ MEA കോളേജിൽ, പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് സമസ്തയുടെ സമുന്നതരായ നേതാക്കളെ ഞാൻ കണ്ടത്. അവിടെ കേരള മുസ്ലിങ്ങളുടെ അല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനമായ ഹൈദർ അലി ശിഹാബ് തങ്ങളെയും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അടങ്ങുന്ന പണ്ഡിതന്മാരെയും അവിടുന്ന് കണ്ടു. ആ സയ്യിദുമാരുടെ കൈകളിലേക്ക് പിടിക്കാൻ കഴിഞ്ഞ പിടിച്ച് ആ കൈകളിൽ മുത്തമിട്ടതു മുതൽ ദീനവതായ പ്രചോദനവും എനിക്ക് ഉറപ്പുണ്ട്. സൈനുൽ ഉലമയുടെ ചെറിയ നിമിഷങ്ങൾ മാത്രം അവിടെ ഞാൻ സസൂക്ഷണം കഴിച്ചിരിക്കുന്നു. ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായി കലാപരമായി സൃഷ്ടിച്ചെടുത്തുകൂടാ തീണ്ടിക്കൂടാതെ അകലങ്ങളിലേക്ക് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്യാമറ ഫോക്കസിന് മാത്രം മാറ്റി നിർത്തുന്ന വ്യക്തിത്വമായി കണ്ടുകൊണ്ടല്ല ചെറുശ്ശേരി ഉസ്താദിനെ ഞാൻ കണ്ടത്. തൊട്ടടുത്ത് ഞങ്ങൾക്കൊപ്പം ഞങ്ങളിലൊരാളായി ഞങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന, ഭക്ഷണം കഴിച്ച് കൈയും കഴുകി തമാശയും പറഞ്ഞ് ഞങ്ങളുടെ ഇടയിലൂടെ നടന്നുപോയ ഒരു നിസ്വാർത്ഥനായ പണ്ഡിതനെ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ദീൻ അളക്കുന്നത് ദീനിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആത്മീയതയുടെ ഉന്നത നിലവാരത്തിലേക്ക് സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ആത്മീയ ഗുരുവര്യരല്ലേ? അവിടുത്തെ പേരിൽ ബാഗ്ദാദിലെ കോടതിയിൽ തന്റെ ശിഷ്യന്മാർ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞോ? ആ സമുദായം ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ബാഗ്ദാദിലെ കോടതിയിൽ കേസ് കൊടുത്തത് നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമോ? ഇല്ല. ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ ശിഷ്യഗണങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് കാണാൻ കഴിയുമോ? കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ പേരിലോ കാളമ്പാടി ഉസ്താദിന്റെ പേരിലോ അത്തരം കേസുകളോ കോടതി വ്യവഹാരങ്ങളോ നടന്നതായി തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ എന്റെ പഴയകാല നേതാവ് കാന്തപുരം ഉസ്താദ്, ഇപ്പം നിങ്ങൾ ഉസ്താദ് എന്ന് വിളിക്കേണ്ട സമയമാണ്. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ അനുയായികളും അനുചരന്മാരും കൊടുത്ത കേസുകൾ എത്ര, കൊടുക്കാൻ പോകുന്ന കേസുകൾ എത്ര, ഇനിയും അനുഭവിക്കേണ്ടി വരുന്ന കേസുകൾ എത്ര? നിങ്ങൾ ഇത്രയും തിരുശേഷിപ്പെന്ന് പറഞ്ഞ് ഒരുപാട് കാലം നിങ്ങൾ പറഞ്ഞു നടന്നിട്ടും നിങ്ങളുടെ കയ്യിലുള്ള തിരുശേഷിപ്പിന് പൂർണ്ണമായി നിങ്ങളുടെ പ്രവർത്തകർ പിന്തുണയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്തെന്ന് ചോദിച്ച് പോസ്റ്റർ ഒട്ടിച്ചിരുന്ന SSFകാർ. നോക്കൂ, നിങ്ങൾ കേരളത്തിലും അല്ലാത്ത സ്ഥലത്തും SSFകാരെ മുദ്രാവാക്യമാണ് നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന്. എന്നാൽ ഇപ്പൊ SSFകാർ ചോദിക്കുന്നത് നെഞ്ചിടിപ്പുണ്ടോ ഹോസ്പിറ്റലിൽ പോകാനെന്ന. അതാണ് അവസ്ഥ. കേരളത്തിൽ എവിടെയും SSFകാരൻ ഒരു മറുപടിയും പറയുന്നില്ല. SVIക്കാർക്ക് വിട്ടുകൊടുത്തു. SVIക്കാർ പറയുന്നത് ഞങ്ങളൊരു സിദ്ദീഖ് സക്കാഫിക്ക് വിട്ടുകൊടുത്തു എന്നാ. വഹാബ് സക്കാഫിയും പോയി, ആരുമില്ല ഇപ്പോ. എന്നിട്ട് കാന്തപുരത്തിന് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത് ഷാർ മുബാറക്കായി അംഗീകരിച്ചിരുന്നെങ്കിൽ SKSSF അടങ്ങുന്ന ഒരു വലിയ മുസ്ലിം സമൂഹം, മുസ്ലിം സംഘടനകൾ കേരളത്തിലെ ഹൈക്കോടതിക്ക് മുന്നിൽ കാന്തപുരത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേസ് കൊടുത്തപ്പോ എവിടെ പോയി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി? എവിടെ പോയി? ഷാഫി സാദി എവിടെ പോയി? ഇവരാരും വന്നില്ലല്ലോ. കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ള ഒരു കുട്ടി പോലും കേരള ഹൈക്കോടതിയിൽ കാന്തപുരത്തിന് അനുകൂലിച്ചു വന്നോ? വന്നില്ല. പിന്നെ ആരാ വന്നത്? ഞാന്, വേറെ ആരാ? കേരള ഹൈക്കോടതിയിൽ കാന്തപുരത്തിന് അനുകൂലമായി പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ സംഘടനകളെല്ലാം എതിരായപ്പോ കാന്തപുരം ഒറ്റപ്പെടരുതെന്ന് കരുതിയിട്ട് കാന്തപുരത്തിന് വേണ്ടി കേസിൽ കക്ഷി ചേർന്ന ഒരേ ഒരു വ്യക്തി ഞാനോടിന്റെ ആത്മധൈര്യം, പിന്തുണ ഇവിടെ പോയി? നിങ്ങളുടെ പേരോടുണ്ടായില്ല കൂടെ. ഇനിയിപ്പോ സ്റ്റേജിൽ ഞാൻ കാന്തപുരത്തിനെതിരാണ്, കോടതിയിൽ ഞാൻ അനുകൂലമാണ്. SKSF വരെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അതെന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിട്ടുകൊടുത്ത് പോരൂല. എനിക്ക് പേരോടിന് വിശ്വാസമില്ല, പൊന്മളിന് വിശ്വാസമില്ല, കൂടെയുള്ള ഒരാളും വിശ്വാസമില്ല, ഹക്കീമിനെ പോലും വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ ഹക്കീം ഏതെങ്കിലും ശിഷ്യന്മാരെങ്കിലും ഏൽപ്പിക്കൂലേ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി? എന്റെ സ്വന്തം ചെലവിൽ കാന്തപുരം പണം തന്നിട്ടില്ല. ഞാൻ ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്.
അതുകൊണ്ട് കാന്തപുര ഉസ്താദ് കുടുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെ ഞാൻ അന്ന് കൊടുത്തത്. അത് ഞാൻ ഇപ്പൊ തുടരുകയാണ്. ആ അവസ്ഥ ദ്വാ തുടരുകയല്ല, അവസ്ഥ തുടരുകയാണ്. ശ്രദ്ധിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത്. നാളെ ക്ലിപ്പാക്കിയിട്ട് ആരും വരണ്ട, വന്നങ്ങ് എന്നെ പണിയിട്ട. അങ്ങനെ വേണ്ടേ? കാരണം പേരോട് പറയുന്നു ബോംബെയിൽ പോയിട്ട് ഞാൻ ആ സാധനം കാണാൻ പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഹർ മുബാറക്കിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? ആ ക്ലിപ്പ് കേട്ടോക്ക്. പേരോട് പറയുന്നുണ്ട് ബോംബെയിൽ ഞാൻ പോയി, സുഹൃത്തുക്കൾ പറഞ്ഞു അവിടെയാണ് അതുള്ളത്, നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ എന്നിട്ട് പേരോട് പറയാം അവിടെയാണുള്ളതെന്ന് പറഞ്ഞ ആ സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കാണെന്ന് പേരോടിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ വാക്ക് പ്രയോഗിക്കാൻ ഈമാനുള്ളൊരു മനുഷ്യന് സാധിക്കൂ. അപ്പൊ പേരോടിന് എനിക്ക് വിശ്വാസമില്ല, കാന്തപുരത്തെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. പൊന്മള പറഞ്ഞത് എന്താ? പൊന്മള പറഞ്ഞത് പേരോട് കുറിച്ച് എന്താ പൊന്മള പറഞ്ഞത്? റോങ് പരിപാടിയാ മൂപ്പര മൊത്തം. എല്ലാം വിശദീകരിച്ച് തന്നെ ഞാൻ പറയുന്നത്, ഒരു വാക്ക് മാത്രമൊന്നുമല്ല. പേരോട് പോലും കേൾക്കാത്തതും കാണാത്തതായ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. പൊന്മളുടെ ജനം കേൾക്കാത്ത, ഇതുവരെ നിങ്ങളാരും കേൾക്കാത്ത ജാലിയവാല കള്ളുകുടിയനാണെന്ന് പറയുന്ന ക്ലിപ്പ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുഫ്തി ഓഫ് കേരള, അദ്ദേഹം പറഞ്ഞതേ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടില്ലേ? ദൈവബന്ധിയായ മനുഷ്യൻ, ആ മനുഷ്യൻ ജാലിയവാലയെ ചീത്ത പറയുന്നതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ പൊന്മള ആമന്ന സല്ലംന എന്ന് പറഞ്ഞു പണ്ട് ഞങ്ങൾ അംഗീകരിച്ചതാണ് എന്നൊക്കെയാ പറഞ്ഞത്. SSF-കാരൻ ചാടി ഇറങ്ങിയിട്ട് പറയും പൊന്മള ഉസ്താദ് പറഞ്ഞില്ലേ ആദ്യത്തെ തന്തം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. എന്നാലേ അതിനേക്കാളും നല്ല ആൾ ഹമീദ് ഫൈസിയ. എന്തേ പൊന്മളക്ക് 8ാമത്തെ 9ാമത്തെയും കൊല്ലം പറയാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതിനു മുമ്പുള്ള വർഷം എന്തുകൊണ്ട് പൊന്മള പറഞ്ഞില്ല? 1ാമത്തെ കൊല്ലം പറഞ്ഞു. 1ാമത്തെ കൊല്ലം നിങ്ങൾ പറയണ്ട, നിങ്ങളെ പ്രസംഗത്തിന്റെ CD ഞാൻ അങ്ങോട്ട് തരാം നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളെ ശിഷ്യന്മാരുടെ കയ്യിലുണ്ടാവില്ല, എന്റെ കയ്യിലുണ്ടത്. പൊന്മള 1ാമത്തെ കൊല്ലം അംഗീകരിച്ചിട്ടുണ്ട്. ജിഷാനോട് അത് പറയുന്നുണ്ട്. ആദ്യത്തെ കൊല്ലം AP ഉസ്താദല്ലേ ആമന്ന സല്ലംന എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ പൊന്മള ആദ്യം തന്നെ പൊന്മളക്ക് വിശ്വാസമില്ല. കാരണം പൊന്മള ആരാണ്? കേരളത്തിലെ എല്ലാ തരികിടകൾക്കും നേതൃത്വം നൽകുന്ന ആളാണ്. മൂപ്പർക്ക് പിന്നെ എവിടെയും പോയിട്ട് ഇങ്ങനെ ആരും കൊടുക്കൂല ഒന്നും. അപ്പൊ മൂപ്പര് കാര്യമായി ചെയ്യുന്ന പരിപാടി എന്താ? കിതാബ് എടുത്തു വെക്കുക, ഇബാറത്ത് വെക്കുക, അതിന്റെ അർത്ഥം തിരിക്കുക, മറിക്കുക, പിന്നെ മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും അപമാനിക്കുക. ഇതാണ് മൂപ്പര ശൈലി. അങ്ങനെ ഒരു ചതിപ്രയോഗങ്ങളൊക്കെ പരിചയമുള്ള ആളായതുകൊണ്ട് കാന്തപുരത്തെ വളരെ പെട്ടെന്ന് തന്നെ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ചതിയനാണല്ലോ മറ്റേ ചതിയനെ മനസ്സിലാവുക. അതൊരു ഉസൂലാണല്ലോ, അടിസ്ഥാന കായികമല്ലേ അത്. അപ്പൊ അങ്ങനെ മൂപ്പർക്ക് അറിയായിരുന്നു. അപ്പൊ പൊന്മള പറഞ്ഞു അങ്ങനെയാണ്, ഇയാൾ മോശമാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി. റോങ് ആണ്. അപ്പൊ പേരോട് പിടുത്തം കിട്ടി. എന്റെ ഉസ്താദിന് നേരെ ചാടി കയറുകയാണ്, ഉസ്താദിനെ ഇപ്പൊ ചവിട്ടി പുറത്താക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. പൊന്മളക്ക് എതിരെ പറയാൻ പറ്റൂലല്ലോ, എതിരെ പറഞ്ഞാൽ എനിക്ക് അനുകൂലമാവും. അപ്പൊ പൊന്മളക്കെതിരെ പറയാതെ പേരോട് വിശദീകരിച്ചു. ബോംബെയിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയുകയും കോഴിക്കോട് വന്നൊരു സ്വീകരണം നടത്തുകയും എയർപോർട്ടിലേക്ക് ഒരു യാത്ര ഏർപ്പെടുത്തുകയും ചെയ്ത് ആർക്കും തിരിയാത്ത കുറെ മലയാളം. എന്നിട്ട് പറഞ്ഞു സംഘടനയുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഇത്തരം പരിപാടികളെയാണ് പൊന്മള ഉസ്താദ് റോങ് എന്ന് പറഞ്ഞത്. മൂപ്പര് ശരിയാക്കാണ്. എനിക്കൊരു കഥ ഓർമ്മ വന്നു അത് കേട്ടപ്പോ. പണ്ട് 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയും ഒരു വലിയ കുട്ടിയും. അപ്പൊ ഉമ്മ കുട്ടികളെ കളിക്കാൻ വിട്ടതാ. ചെറിയ കുട്ടി ഭയങ്കര കരച്ചിൽ. അപ്പൊ ഉമ്മ വിളിച്ചു ചോദിച്ചു, എന്താ മോനെ കുട്ടി കരയുന്നത്? അപ്പൊ അത് കഴിഞ്ഞപ്പോ 2ാമത്തെ മുള കിട്ടാൻ വേണ്ടി കരയാണ്. ഒരു മുളക് തിന്നിട്ട് 2ാമത്തെ മുളക് കിട്ടാൻ വേണ്ടി കരയാണ്. അതുപോലെ പേരോട് പറയാണെന്ത്, പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയല്ല, സംഘടനാപരമല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഉരുട്ടാണത്. എന്തിനാ ഇത് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പൊട്ടനാക്കേണ്ട ആവശ്യമുണ്ടോ ജനങ്ങളെ? അപ്പൊ പൊന്മളക്ക് വിശ്വാസമില്ല. അങ്ങനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഇവർക്കാർക്കും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ വന്നിട്ട് ഇവർ പറയൂലേ കാന്തപുരം ഉസ്താദ് പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറയില്ലേ? അപ്പൊ ഞാൻ ഉണ്ടാവേണ്ട അവിടെ രക്ഷപ്പെടുത്താൻ പിരിവ് നടത്തിയിട്ടുണ്ട്, തെളിവ് റസീറ്റാണ്, ഒരു കുറ്റി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. കാന്തപുരം പോസ്റ്റർ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അടിച്ച പ്രസ്സിലെ പോസ്റ്റർ അടിച്ചതിന്റെ ബില്ലടക്കം, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫ്, അതിന്റെ പോസ്റ്റർ സാമ്പിള് എല്ലാം അടക്കം കൊണ്ടുകൊടുക്കാൻ ആള് വേണ്ടേ?
കാന്തപുരം ഉസ്താദിന് അങ്ങനെ കൊടുക്കാൻ അനുവദിക്കാവോ? പേരോട് വേണം കളവ് പറയില്ലേ? ചിലപ്പോ പേരോട് പറയും കാന്തപുരം ഉസ്താദ് പത്രപരസ്യം കൊടുത്തിട്ടില്ല, അപ്പൊ സിറാജ് എടുത്തുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ വേണ്ടേ? കാന്തപുരം ഉസ്താദ് പിരിവ് നടത്തിയിട്ടില്ല എന്ന് ചിലപ്പം വന്നിട്ട് ഇവിടെയുള്ള സൈനിമാരോ സാദിമാരോ വന്ന് പറയുമ്പോ നടത്തിയിട്ടുണ്ട്, കോഴിക്കോട് നടത്തിയ പിരിവിൽ ചാക്കുകളിലാണ് പണം കെട്ടിക്കൊണ്ടുപോയത് നമുക്ക് കാണാം. അത്രേ പറയാനുള്ളൂ അക്കാര്യത്തിൽ. കോടതിയാണ് വിഷയം, കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ ശ്രദ്ധിച്ചത്, പറയാൻ പറ്റില്ല. നല്ലത് പോലും ഇവിടെ ഭീഷണിയായിട്ട് വരുന്നവരായിപ്പോ. ഇതൊക്കെ പറയുമ്പോൾ ഭീഷണിയാണ്. നേരത്തെ ഫൈസി പറഞ്ഞതുപോലെ ഇതിങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയപ്പോ എനിക്കെതിരെ ഭയങ്കര ഭീഷണി. ഇപ്പോ ഫോൺ ചെയ്തിട്ട് ഭീഷണി തെറിയോട് തെറിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഒരിക്കൽ, മോനെ ഇത് മാനവികതയുടെ മുദ്രാവാക്യാണോ? അപ്പൊ ഇയാൾക്ക് ചൂടായി. പിന്നെയും തെറി വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചെന്റെ സംഘടനയുടെ മുദ്രാവാക്യാണോ ഇത്? പിന്നെ ഇയാൾ അങ്ങോട്ട് ചൂടായിട്ട് പറഞ്ഞു, ഉസ്താദിനോട് കളിച്ചാൽ കുരുത്തക്കേട് കിട്ടും. നേരത്തെ ഫൈസി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ കയ്യിലുള്ളതല്ലേ തരാൻ പറ്റുള്ളൂ, അത് കുരുത്തക്കേടാണ് മൂപ്പരെ കയ്യിലുള്ളത്. സൈനുൽ മൻസർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ വീണ്ടും 3 ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പോയി. രാത്രി 12:30 മണിക്ക് പരിപാടി കഴിഞ്ഞ് പോകുമ്പോ ആ വീട്ടിലേക്ക് നോക്കുമ്പോ അവിടെ വേദനയുള്ളവർ, കഷ്ടപ്പെടുന്നവർ, സമൂഹത്തിന്റെ അത്താണിയായ തങ്ങളെ കാണാൻ വീടിന്റെ മുറ്റത്ത് മുഴുവൻ ആളുകൾ, 100 ആളുകൾ 12:30 മണിക്ക് രാത്രി. ചില കേന്ദ്രങ്ങളിൽ പോയ ഒരു പട്ടി പോലും അവിടെ ഉണ്ടാവില്ല കാവലിന്. പക്ഷേ ഇവിടെ ജനങ്ങളാണ്. ഞാൻ നേരെ ഒരു മൂലയിൽ പോയി ഭവ്യതയോടെ, ഞാനും എൻ്റെ സുഹൃത്ത് കബീർ അൻവരി ഉണ്ടായിരുന്നു, അദ്ദേഹം കൂടി ഞങ്ങൾ മൂലയിൽ നിൽക്കുമ്പോൾ ആരോ തങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവസാനം തങ്ങൾ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, പൂർണ്ണമായി ദുആയും പിന്തുണയും നിങ്ങൾക്ക് പ്രവർത്തനത്തിന് അതൊരു പ്രചോദനമായി മാറുന്നു. അത് പ്രചോദനാണ്. സമസ്തയെ പഠിക്കാൻ തയ്യാറാവുക. കാന്തപുരം ഉസ്താദ് എന്നിട്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, ഇത്ര ധന്യരും നിഷ്കാമ കർമ്മികളുമായ, സമൂഹത്തിന് മാതൃകായോഗ്യ ഉന്നത ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ സമസ്തയിലേക്കാണോ? സമസ്തയിലേക്ക് കാണാൻ പറ്റുള്ളൂ. അത് കാന്തപുരത്തിന് അനുകൂലമായി പ്രവർത്തിച്ചൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിലേക്ക് 3 സംഘങ്ങൾ പോയതിൽ ഒരു സംഘമായിരുന്നു എന്റേതും. എന്നിട്ട് കുറച്ചു കാലം ഇടയ്ക്കിടെ ഞാൻ ബോംബെയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ജാലിയൻവാലയെ പരിചയം പുതുക്കിയും പരിചയപ്പെട്ടും ബന്ധപ്പെട്ടും അവസാനം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട റെക്കോർഡ് എനിക്കാണ്. ആ ലോക റെക്കോർഡ് എനിക്ക് തന്നെയാണ്. 60 പ്രാവശ്യം. 60 പ്രാവശ്യം എന്ന് ജസ്റ്റ് കണ്ടുപോകുന്നില്ല, 60 ദിവസം ബോംബെയിൽ ഞാൻ നിന്നിട്ടുണ്ട് പലപ്പോഴായി. അവസാനം ഈ അടുത്ത കാലത്ത് ചാനലുകളിലൂടെ വാർത്തകൾ പുറത്തുകൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി 12 ദിവസം. പണ്ട് അവസാന ഘട്ടങ്ങളിൽ സത്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയ സമയം മുതൽ ഞാൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം രേഖകളാക്കേണ്ടതുണ്ടായിരുന്നു. രേഖകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രേഖ ഓഡിയോ രേഖയാണ്. ആ രേഖ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ കാത്തുനിന്നു. ഈ 12 ദിവസങ്ങൾ അതിനുപയോഗിച്ചു. അങ്ങനെ ഞാൻ മുഹമ്മദ് ഇക്ബാൽ ജാലിയൻവാലയോട് ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കറിന് നിങ്ങൾ സനദ് കൊടുത്തിട്ടുണ്ടോ? അഥവാ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ ജാലിയൻവാല പറഞ്ഞു, ഞാൻ സനദ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഷെയർ എങ്ങനെയാണ് കിട്ടിയത്? പാരമ്പര്യമായിട്ടാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, പാരമ്പര്യം. പിന്നെയും സംശയം തീർക്കാൻ ഞാൻ ചോദിച്ചു, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വാപ്പ, വാപ്പാന്റെ വാപ്പ, അങ്ങനെ വാപ്പ തുടർന്നുള്ള വാപ്പ, അങ്ങനെയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. അത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ഒരാള് നിങ്ങളുടെ പരമ്പരയിലുണ്ടോ? എന്റെ കയ്യിലുള്ള സനദ് എടുത്തിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയോ റളിയല്ലാഹു അൻഹു ചെല്ലണ്ട, ബോംബെയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ എനിക്കറിയില്ല, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളില്ല.
കാന്തപുരം കോട്ടക്കൽ വെച്ച് വായിച്ച സനത് 45 പേരുള്ള സനത്, 45 ആളുകളുടെ പേരുള്ള സനത്. ആ സനദിലെ രണ്ടാമത്തെ ആളാണ് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. കോഴിക്കോട് പേരോട് വായിച്ചപ്പോൾ അത് 35 ചുരുങ്ങി, 10 ആളെ പേരോട് കൊന്നു. അങ്ങനെ എന്നെ വല്ലാതെ ഞാൻ ഉടനെ തന്നെ ഈ ഷെയർ കൊടുത്തു എന്ന് പറയുന്ന ആരിഫ് പറക്കാത്തി ഉണ്ട്, അയാളെ കണ്ടെത്തി. ആരിഫ് പറക്കാത്തിയോട് ഞാൻ ചോദിച്ചു, കാന്തപുരം എന്താ പ്രസംഗിച്ചത്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ക്ലിപ്പിലൂടെ, പറക്കാത്തി സയ്യിദന്മാരിലൂടെയാണ്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സയ്യിദാണോ? അയാൾ പറഞ്ഞു, ഞാൻ സയ്യിദല്ല, നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരനാ. കാന്തപുരം പറഞ്ഞു, സയ്യിദാണ്, ബർക്കാത്തി സയ്യിദ്. ഏത് ബർക്കാത്തി സയ്യിദാ സുഹൃത്തുക്കളെ? ഒരാളെ പേരിന്റെ പേരിൽ ബർക്കാത്തി എന്നുണ്ടായാൽ അയാൾ സയ്യിദാവോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. വല്ലാത്ത കഷ്ടമായിരിക്കും കേരളത്തിൽ ഇറങ്ങിയാൽ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട്. കാന്തപുരം അയാളെ കണ്ടുടനെ തന്നെ കൈപിടിച്ച് മുത്തിയിട്ട് പറയും, നിങ്ങൾ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. അങ്ങനെ പറയില്ലേ ഒരു പേര് മാത്രം കേട്ടിട്ട്? ആരിഫ് ബർക്കാത്തിയെ കുറിച്ചായി പറഞ്ഞത്. ആരിഫ് ബർക്കാത്തി സയ്യിദല്ല, ഒരു സക്കാഫിയാണ് അയാൾ, മഹാരാഷ്ട്രക്കാരനായ സക്കാഫി. സീഫൈസിന്റെ വീട്ടിന്റെ മുന്നിൽ നേതി ചോദിച്ചു മറുപടി പറയാൻ. സീഫൈസ് മിണ്ടിയില്ല. ഞങ്ങളെ പണിയല്ലാണോ പറഞ്ഞു. നിങ്ങളെ പണി ആവില്ല ഇനി, ഇത് നിങ്ങളെ പണി അവസാനിക്കുകയാണ് ഇതോടെ. എന്നിട്ട് ഞാൻ വീണ്ടും ബർക്കാത്തിയോട് ചോദിച്ചു, എങ്ങനെയാണ് ജാലിയവാല കൊടുക്കാത്ത സനത് കേരളത്തിൽ വന്നു? അപ്പോൾ ആ സത്യം തുറന്നു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു, കാന്തപുരം വിളിച്ചെന്നോട് പറഞ്ഞു, സനത് വേണം, ജാലിയവാലയോട് പറയണം 2 ലക്ഷം രൂപ തരാമെന്ന്. ജാലിയവാലയോട് ചോദിച്ചു. പക്ഷെ ജാലിയവാല പറഞ്ഞു, എന്റെ കയ്യിൽ സനദില്ല. പകരം പേരോടിനോടാണെങ്കിൽ പേരോട് എന്തു പറയും? ഇവിടെ സിറാജുല്ലത, ഇവിടെ ഏതടിരേഖയും ഞാൻ എഴുതി തരും. വാങ്ങാൻ അദ്ദേഹം തയ്യാറില്ല, കാരണം സനദില്ലല്ലോ. വെറുതെ പൈസ വാങ്ങി കടാക്കാൻ പറ്റില്ലല്ലോ. 5 ലക്ഷത്തിലും കിട്ടിയില്ല. ഉടനെ അദ്ദേഹം ഇങ്ങനെ സന്നദ്ധ കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോ കാന്തപുരം മറുപടി പറഞ്ഞു, അവിടെയാണ് അദ്ദേഹത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കേണ്ടത്. കുതന്ത്രങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ബോംബെയിൽ എവിടെയെങ്കിലും ഷഹർ മുബാറക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇതെന്റെ വെല്ലുവിളിയാണ്. ഇപ്പൊ ഞാൻ സനതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങിയ വിഷയമുണ്ട്, എല്ലാം വെല്ലുവിളി തന്നെയാണ്. ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തോളൂ, മറ്റൊക്കെ നിങ്ങൾ വിട്ടേക്ക് തൽക്കാലം. ഇനി പലതുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. കർണാടക സ്റ്റേറ്റ് SSF 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 25ൽ പിരിച്ചുവിടാം, തുടർന്ന് പോകണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അല്ല, 25ാം വാർഷികമല്ലേ കർണാടക SSFന്റെ? ഇവിടെ SSF ഒരേ തുല്യാണ്. 25 കഴിഞ്ഞില്ലേ? 25 അപ്പോ തുല്യാണ്. ഇവിടെ വൈകി എത്തിയതാണ് വിവേകം. അപ്പൊ 25 വർഷം ആയി നിൽക്കുന്ന SSFന് പിരിച്ചുവിടാൻ സമയമാവാണിപ്പോ. ഞാൻ ഏത് പണ്ഡിതന്മാരെ ആയാലും നിങ്ങൾ പറയാറുണ്ട് 5000-ഓളം ജനറൽ ബോഡി മെമ്പർമാർ ഞങ്ങളുടെ സമസ്തക്കുണ്ടെന്ന് പറയാറുണ്ട്. എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, 5000 ബോംബെയുമായി ബന്ധപ്പെട്ട രേഖകൾ, ഓഡിയോ രേഖയടക്കമുള്ള മറ്റു രേഖകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറുണ്ടോ SSFകാരാ? SSFന്റെ പ്രവർത്തകരോട് എനിക്ക് ഇപ്പോഴൊന്ന് പറയാനുണ്ട്. ഞാൻ നിങ്ങളെ കൂട്ടത്തുനിന്ന് പോകുന്നതാണല്ലോ, മുഖാമുഖമൊക്കെ നടത്തുന്ന കൂട്ടത്തുനിന്ന്. എനിക്കിപ്പോഴും തന്റെ ഉണ്ട്. തന്റെയുള്ള ഇപ്പം ഇങ്ങോട്ട് വന്നോളൂ. ഇത് കളവാണെന്ന് തെളിയിക്കാൻ ഇവിടെ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മൈക്ക് തരും. തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പരസ്യമായി നിങ്ങളോട് മാപ്പ് പറയും. ഇനിയിപ്പോ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് ഞങ്ങളത് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് മാത്രമാവേണ്ട, ഏതും ആവാം. സനതാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഇനി ഇതിന്റെ പേരിൽ മറ്റൊന്നും വിളിച്ചില്ല എന്ന് പറയണ്ട, എല്ലാം ഇതിൽ പെട്ടു. ഷെയർ ആയാലും എല്ലാം ഇതിൽ പെട്ടു. ഏത് വിഷയത്തെ പറ്റിയായാലും ഞാൻ പറയുന്നത് ഇതിന്റെ സനതാണ്. ഏത് വിഷയത്തെപ്പറ്റിയും നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ, പണ്ടൊരുപാട് കാലം നിങ്ങളെ മധ്യസ്ഥനല്ലേ ഞാൻ, വേണമെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ തന്നെ മധ്യസ്ഥനായി തരാം, ശരിയാക്കി തരാം. അങ്ങനെ ഈ
കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്റെ ഇടത്തോടെ നെഞ്ചുറപ്പോടെ നിന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കാന്തപുരത്തെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ റെഡി. ഇനി പറയാം. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന മറുപടി ഉണ്ട്, കാന്തപുരം ഉസ്താദ് ചെറിയ പീക്കിരി പയ്യനോട് സംവാദം നടത്തുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുക. വേണ്ട, ഒരു പീക്കിരി തന്നെ മതി. പക്ഷെ എന്ത് വേണം? ഒരു കത്ത് എഴുതി കൊടുക്കണം മർക്കസ്, അല്ലെങ്കിൽ സ്വയതും ആവാം. ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വരുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് വന്നോട്ടെ. ഏത് പീക്കിരി ആയാലും നേരത്തെ ഇവിടെ പറഞ്ഞു. പക്ഷെ എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ച് സംസാരിക്കാൻ ഞാൻ റെഡിയാണ്, ബോധ്യപ്പെട്ട തിരിച്ചുവിടാൻ വേണ്ടി. എന്നിട്ട് അന്ന് നമ്മളെ കൊടി അങ്ങോട്ട് ഇറക്കി SSFന്റെ വെച്ചിട്ട് അവിടെ ഒരു കറുത്ത കൊടി. തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ബോംബെയിലെ ജാലിയവാല പറയുന്നു, എനിക്ക് കിട്ടിയത് ഈ പരമ്പരയിലൂടെയാണ്. അവസാനം മുബാറക്ക് സൂക്ഷിപ്പുകാരുടെ കയ്യിൽ നിന്ന് സനത് വാങ്ങിക്കൊണ്ടുതരണമെന്ന് പറഞ്ഞ കാന്തപുരത്തിന്റെ നിർദ്ദേശം ആണ് ഗുലാമിന്റെ സനതും കൊണ്ടുവന്നു. അത് കാന്തപുരത്തിൽ കൊടുത്തു. നമ്മളൊരു വണ്ടി ബോംബെയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യുക? ആ വണ്ടിന്റെ പേപ്പർ രജിസ്ട്രേഷൻ നടത്തി വണ്ടി ഒന്ന് ഉഷാറാക്കിയിട്ടാണ് രംഗത്തിറക്കുക. അതുപോലെ ബോംബെയിൽ നിന്ന് കിട്ടിയ സനതായതുകൊണ്ട് അദ്ദേഹം അതിവിടെ കൊണ്ടുവന്ന് സക്കാഫിമാരെ കേൾപ്പിച്ച്, അതാണ് സക്കാഫിമാർ പറയുന്ന ഒരു സനത് നിർമ്മാണ പ്രവർത്തനം ഇതാണ്. അവർക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു ആ വരുന്ന സാധനം ഇതാണ്, വന്ന് കിട്ടിയതാണ് അവർ കണ്ടത്. ഈ സാധനമാണ് വന്നത്. എന്നിട്ട് അതിന് ഒരു അലകും പിടിയൊക്കെ പിടിപ്പിച്ചിട്ട് മൂപ്പരത് രംഗത്തിറക്കി. പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേരളം മുഴുവൻ അത് വായിച്ചു. ഞാനൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി. സനത് നിങ്ങൾക്ക് ഓരോ സനത് തരാൻ ആ കോലത്തിൽ അത് ഞാൻ വായിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അത് ഓരോ പേരുകൾ ഇങ്ങനെ കാണുമ്പോൾ. എന്നിട്ട് ഞാൻ നേരെ ഇത് വ്യക്തമായപ്പോ നേരെ ഗുലാം അബ്ദുൽ ഖാദറിനെ കണ്ടെത്തി പോയിട്ട് ഗുലാമിനോട് ആദ്യം പേപ്പർ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ചോദിച്ചു. ഗുലാം അബ്ദുലിന്റെ പേര് മടക്കിയിട്ടാണ് വായിച്ചത്. അപ്പോ ജാലിയവാല പറഞ്ഞു, ഗുലാം പറഞ്ഞു ഇതെന്റെ സനത് തന്നെയാണ്. പിന്നെ നേരെ ആക്കിയിട്ടുണ്ട്. വായിച്ചപ്പോ പറഞ്ഞു ഇയാളെ എനിക്കറിയില്ല, മേലത്തെ ആളറിയില്ല, ഗുലാം അബ്ദുൽ ഖാദറിന് ജാലിയവാല അറിയില്ല. ആകെ പ്രശ്നമില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാന്തപുരം പറയുന്നു ജാലിയവാലയും ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയും കൂടിയിട്ടാണ് എനിക്ക് സനത് തന്നത്, ഷെയർ തന്നതെന്ന്. ജാലിയവാല പറയുന്നു എനിക്ക് അയാൾ അറിയില്ല, ഗുലാം പറയുന്നു എനിക്ക് ജാലിയനെ അറിയില്ല. ആരെ നമ്മൾ വിശ്വസിക്കൂ? എന്തായാലും കാന്തപുരത്തെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ രണ്ടാളുകളെ വിശ്വസിക്കാം. പണ്ടൊരു പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുപോയ സംഭവമുണ്ട്. അയാളൊരു കത്തുമായിട്ട് പോകുമ്പോൾ ഒരു പോസ്റ്റ് കാർഡാണ്. അതിലുണ്ട് ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെ നിന്ന് എനിക്കും സുഖമെന്ന് കരുതുന്നു, നിർത്തട്ടെ. അത് കണ്ടപ്പോൾ പോസ്റ്റ്മാന് ചൂടായി. പോസ്റ്റ്മാൻ പറഞ്ഞു അവിടെ അയാൾക്കും സുഖമാണ്, ഇവിടെ ഇയാൾക്കും സുഖമാണ്, പിന്നെ ഇത് കൊണ്ടുവരാറില്ല, പിന്നെ ഇനി ഇങ്ങനെ ബോംബെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ നിർത്തി ആ പരിപാടി. ഞാനത് നിർത്തി. വല്ലാത്തൊരു പുകില് പിടിച്ചൊരു പരിപാടിയായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഉണ്ടാവില്ല, കാരണം ബോംബെയിൽ മൂപ്പർ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് വീട്ടിലിരുന്നിട്ടുള്ളൂ. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിങ്ങളോട് എന്തു പറയാനൊരു കണക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ. കാൽക്കുലേറ്റർ ഇല്ല കയ്യിൽ, മൊബൈലിൽ കണക്കൂട്ടിക്കൊള്ളൂ. നമ്മൾ മുജാഹിദിനെ കാണുമ്പോൾ ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മുജാഹിദ് ഓടി ഒളിക്കൂലേ? അതുപോലെ കാന്തപുരം വിഭാഗത്തെ കാണുമ്പോൾ നിങ്ങളൊരു 70, 40, 27 എന്താ അത്? 70 വയസ്സ് ഇന്നുള്ള 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള, കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ച് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി സനത് കൊടുത്തു, അല്ലെങ്കിൽ ഷെയർ കൊടുത്തു എന്നാണ് കാന്തപുരത്തിന്റെ സനത് പറയുന്നത്. മനസ്സിലായില്ല? ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടുന്നായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവും? ആലമിൽ അറുവാഹെന്നായിരിക്കൂലേ? ദുനിയാവുന്നാവില്ല എന്ന് ഉറപ്പാണ്. ആയിരിക്കൂലേ? അത്രത്തോളം ദയനീയമാണ്. അതോടൊപ്പം ജാമിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, എന്റെ പ്രിയപ്പെട്ട SSFകാർ കേൾക്കുന്നുണ്ടാവും. ജാമിയ നിങ്ങൾക്ക് ജന്മം നൽകിയ സ്ഥാപനമാണ്. ജാമിയയിൽ നിന്നാണ് ആ പാവപ്പെട്ട പണ്ഡിതന്മാരും ഉസ്താദുമാരും ചേർന്ന് നിങ്ങൾ ഇന്ന് SSF എന്ന് വിളിച്ച് നടക്കുന്ന ആ സംഘടന
ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് നിങ്ങളാണ് ആദ്യം അവിടെ പോകേണ്ടത്. നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ് ആ പരിപാടിയിലേക്ക്. ഉണ്ടാക്കുകയും ഇത്തരം കുബുദ്ധികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കാന്തപുരത്തെ സമൂഹം മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് അനുഭവത്തിന്റെ സാക്ഷീകരണത്തിൽ എനിക്ക് പറയാനുള്ളത്. കാന്തപുരത്തിനൊരു സമവാക്യമുണ്ട്. എന്താ അത്? ഒരു കാലഘട്ടത്തിൽ കാന്തപുരം കരുതിയത് ലീഗ് വിരുദ്ധ സംസ്ഥയുണ്ടാക്കുക എന്നതായിരുന്നു. അദ്ദേഹം അതുണ്ടാക്കി. ലീഗ് വിരുദ്ധം എന്ന് പറഞ്ഞാൽ കേട്ടോളൂ, കോൺഗ്രസ് വിരുദ്ധവും തന്നെയാണത്. കോൺഗ്രസ് വിരുദ്ധമാണത്, ലീഗ് വിരുദ്ധം മാത്രമല്ല. കാരണം അനുഭവസ്ഥനാണ് ഞാൻ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കും ലീഗ് സ്ഥാനാർത്ഥികൾക്കുമെതിരെ പൊന്നാനി മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എന്തായിരുന്നു, അതങ്ങനെ നിർവഹിച്ചു. അങ്ങനെ ലീഗ് വിരുദ്ധരായ ഒരു സംസ്ഥ ഉണ്ടാക്കി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം സമസ്ത വിരുദ്ധരായ ലീഗ് ഉണ്ടാക്കലാണ്. സമസ്തക്ക് വിരുദ്ധമായ ലീഗ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇപ്പൊ അദ്ദേഹം ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കൃത്യമായി അറിയാമെന്ന് എനിക്കറിയാം. കാരണം കാന്തപുരത്തെ എങ്ങനെ കണ്ടാലും മുസ്ലിം ലീഗുകാരൊന്ന് മുറിച്ചു നോക്കും, ഇതിൻ്റെ ഉള്ളിൽ ചോപ്പന്നല്ലേ. അല്ലാതെ സ്വീകരിച്ച പാരമ്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, എന്നോട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാചകം ഒന്നുകൂടി ഞാൻ ഇവിടെ അടിവരയിടുന്നു. ആദ്യം പട്ടിക്കാട് കോളേജിന്റെ അവിടെ കോളേജിൽ ചെന്ന് തങ്ങളെ കാണാൻ പോയപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സമസ്ത പിളരുന്നതിന്റെ മുമ്പ്, അത് അപ്പുറത്തെ ഭാഷയാണ്, അതിനു മുമ്പ് SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ സ്വമേധയാ ഇറങ്ങിപ്പോന്നത് ഈ സംഘടനയും കാന്തപുരത്തിന്റെ ഈ ടീമും അന്ന് തന്നെ ഉള്ളിൽ ദുനിയാവിന്റെ കച്ചവടക്കാരാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെന്ന്. ഇത് പറഞ്ഞത് കേരള മുസ്ലിങ്ങളുടെ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസാന വാക്കായ ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ കാന്തപുരം അനുകൂലികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ കാരണം തങ്ങൾക്കപ്പുറത്ത് നിങ്ങളെ വലുതാക്കൂല. എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കറിയാം, എന്റെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ നാടാണ്. ലീഗുകാരുടെ സ്വഭാവം എനിക്കറിയാം. ഇപ്പൊ ലീഗിലിറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പരിപാടി അതാ, ലീഗിനെ വീണ്ടും ഒന്ന് പിളർത്താൻ നോക്കണം. എനിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള രാഷ്ട്രീയ ചാണക്യം അറിയുന്ന, സമുദായത്തോട് ഇത്ര സ്നേഹമുള്ള നേതാക്കളുടെ കാലത്തോളം അത് സാധിക്കില്ല. ഇത് രാഷ്ട്രീയം പറയാൻ പറഞ്ഞതല്ല. സമുദായത്തിന്റെ മുഖ്യധാരയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. ലീഗ് ഒരിക്കലും നശിക്കാൻ പാടില്ല. സമുദായത്തിന്റെ നന്മക്ക് ലീഗും കോൺഗ്രസ് പോലെയുള്ള ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ്. ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്ന പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ CH മുഹമ്മദ് കോയ പറഞ്ഞതുപോലെ, നിങ്ങൾ എത്ര വലുപ്പത്തിൽ ഇദ്ദേഹത്തെ കണ്ടാലും, എത്ര വലിയ പ്രകാശപൂരമായി ഇദ്ദേഹത്തെ നിങ്ങൾക്ക് തോന്നിപ്പോയാലും വിശ്വസിക്കരുത്. ഇത് മുഖമൂടിയാണ്. ഈ മുഖമൂടിക്കുള്ളിൽ മുസ്ലിം സമുദായത്തെ ഛിദ്രമാക്കാനുള്ള അദ്ദേഹത്തിന്റെ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് ഒരുപാട് കാലം കയ്യാളായി നിൽക്കേണ്ടി വന്ന ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ വേദന ഇവിടെ പങ്കുവെക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് ഈ സമുദായത്തിനു വേണ്ടി സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകർ ഇനിയും ഈ സമരം തുടരണം. കാരണം SKSSF നടത്തിയ ഈ വിപ്ലവകരമായ മുന്നേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾ ഈ സത്യത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു. നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഈ സമരം നിർത്തിയിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കൾക്ക് ഇവിടെ വരാൻ കഴിയില്ല. ഞാൻ ഇന്നലെ കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇങ്ങനെ തലവേദനന്റെ, വയറുവേദനന്റെ മരുന്ന് കഴിച്ചതുപോലെയാണ്. ഇപ്പോൾ വയറങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ആ നാട്ടിൽ. ഞാൻ അറിഞ്ഞു. തൊട്ടടുത്ത പ്രദേശം സംഘടനയുടെ മെമ്പർഷിപ്പ് പോലും വാങ്ങാത്തവരായി മാറി. ഇന്നലെ ഒരു സാദി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ വരികയാണ്, ഇനി ഇവിടെ നടക്കില്ല മോനെ എന്നാണ്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോന്നോളി. റംലി സക്കാഫി എന്ന് പറഞ്ഞ സക്കാഫി മിനിയാന്ന് സ്റ്റേജിൽ കയറി. നമ്മുടെ കേട്ടോളൂ, ഇത് ഒരു കുത്തൊഴുക്കാണ്. ആ മതിൽ പൊളിഞ്ഞു വീഴാൻ പോവാണ്. പാലക്കാട് ജില്ലയിലെ കാളിയും കാന്തപുരം വിഭാഗത്തിന്റെ കാളിയും സമസ്തയുടെ മുഷാവർ മെമ്പർ എന്ന് അവർ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന, സംസ്ഥാന നേതാവായി പരിചയപ്പെടുത്തുന്ന കുമുരമ്പത്തൂർ അലി മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ്, അൽ ഐനിലെ വലിയ പണ്ഡിതനും ഒരു പള്ളിയിലെ, അവിടുത്തെ പള്ളിയിലെ ഇമാമുമായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മിനിയാന്ന് രാത്രി രാജിവെച്ചു കാന്തപുരം വിഭാഗത്ത്. ഇങ്ങനെ പ്രവർത്തകർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒഴുക്ക് തുടർന്നാൽ ആ പ്രസ്ഥാനം പിരിച്ചുവിടാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ വരും.
ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അള്ളാഹു നിങ്ങളുടെ ഷർറിൽ നിന്ന് ഈ സമുദായത്തെ കാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടികൾ കർണാടക ഇസ്ലാമിക് ക്ലാസ് റൂം SKSSF ആ ക്ലാസ് റൂമിലൂടെയാണ് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളമുണ്ട്, രണ്ടിലുണ്ട്. ഈ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി നിരന്തരം പുതിയ വാർത്തകൾ, അറിവുകൾ നേടാൻ മുഴുസമയവും അതുണ്ടാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.